Dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ യൂണിറ്റ് 4 മോഷൻ ഇൻ എ പ്ലെയിൻ. അതിലുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക് സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ്, പ്രൊജക്ടൈൽ മോഷൻ. അപ്പൊ ഈ രണ്ട് ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇതിനു ശേഷം നമ്മൾ കുറെ പ്രോബ്ലംസും ഈ ചാപ്റ്ററിന് വരാൻ പറ്റുന്ന തരം പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും രണ്ട് തരത്തിലുള്ളതായി നമുക്ക് കൺസിഡർ ചെയ്യാം. All physical quantities are of two types, scalars and vectors. എന്താണ് ഈ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാല്യൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയും മാസ് ഓഫ് എ ഒബ്ജക്ട് ഇസ് 5 കിലോഗ്രാം എന്ന് പറയും. അപ്പൊ ആ 5 എന്ന് പറയുന്നതാണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. അതിന് ദിശയൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്ട് ഇസ് 3 കിലോമീറ്റർ പെർ അവർ or 40 കിലോമീറ്റർ പെർ അവർ ആണ് സ്പീഡ് എന്ന് പറയും. അപ്പൊ ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നതെന്നൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിന്, മാഗ്നിറ്റ്യൂഡിന് മാത്രം പ്രസക്തിയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കെയിലേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഉദാഹരണം എന്തൊക്കെയാണ്? മാസ്, ലെങ്ത്, ഡിസ്റ്റൻസ്, സ്പീഡ്, വർക്ക് ഡൺ, ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഡെൻസിറ്റി, ടൈം, ഇതെല്ലാം സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. The rules for combining scalars obey ordinary algebra. ഇപ്പൊ നമ്മൾ രണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റീസിനെ തമ്മിൽ കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലോ ഡിവൈഡ് ചെയ്യണമെങ്കിലോ ഒക്കെ സാധാരണ നമ്പേഴ്സിന് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം. ഉദാഹരണത്തിന് എൻ്റെ അടുത്ത് 5 കിലോ മാങ്ങയുണ്ട്. വേറൊരു 5 കിലോ മാങ്ങ കൂടി വാങ്ങിയാൽ ടോട്ടൽ എത്ര മാങ്ങയുണ്ട്? 5 + 5 10 കിലോ മാങ്ങ. അപ്പൊ അതുപോലെ നമുക്ക് സാധാരണ നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന പോലെയും സബ്ട്രാക്ട് ചെയ്യുന്ന പോലെയും മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയും ഡിവൈഡ് ചെയ്യുന്ന പോലെയൊക്കെ സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് ചെയ്യാം. ഇനി മറ്റേ തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്? വെക്ടേഴ്സ്. വെക്ടേഴ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഇവർക്ക് ഒരു വാല്യൂ മാത്രമല്ല, അത് ഏത് ദിശയിലാണ് എന്നതിന് കൂടി പ്രസക്തിയുണ്ട്. ഉദാഹരണത്തിന് ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ്, വെലോസിറ്റി, ഇമ്പൾസ്, ഏരിയ. ഏരിയയും കൂടി ശ്രദ്ധിക്കുക. ഏരിയ ഫിസിക്സിലെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ എടുക്കാറ്. എപ്പോഴും ഒരു ഏരിയ കൺസിഡർ ചെയ്താൽ ആ ഏരിയയുടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിന്റെ ഡയറക്ഷൻ കണക്കാക്കാറ്. ഇനിയിപ്പോ ഫോഴ്സ് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയും ഒരു വസ്തുവിൽ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ടുവേർഡ്സ് ദ റൈറ്റ്. അതായത് ഒരു വസ്തുവിനെ ഉന്തുകയാണെന്ന് വിചാരിച്ചു. നമ്മൾ ഉന്തുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് ഉന്തുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് ഉന്തിയാലും റൈറ്റ് സൈഡിലേക്ക് ഉന്തിയാലും അതിലുണ്ടാവുന്ന ഇമ്പാക്റ്റിന് വ്യത്യാസമല്ലേ ഉണ്ടല്ലോ. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഉന്തിയ റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുക. അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ഉന്തിയാൽ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യുക. അപ്പോൾ അതിനൊരു ഏത് ദിശയിലാണ് നമ്മൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്നത് പ്രസക്തമാണ്. അങ്ങനെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് നമ്മൾ പറയുന്നതാണ് വെക്ടേഴ്സ്. ഇനി വെക്ടേഴ്സ് ഒബേ വെക്ടർ ലോസ് ഓഫ് അഡീഷൻ. അപ്പൊ സാധാരണ ഓൾജിബ്ര വെച്ചിട്ട് നമുക്ക് വെക്ടേഴ്സിനെ കൂട്ടാനോ കുറയ്ക്കാനോ മൾട്ടിപ്ലൈ ചെയ്യാനോ ഒന്നും പറ്റില്ല. സാധാരണ നമ്പേഴ്സിനെ പോലെ പറ്റില്ല. അവയ്ക്ക് പ്രത്യേക റൂൾസ് ഉണ്ട്. അതെന്തെല്ലാമാണെന്ന് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കും. ഇനി നമുക്ക് കൂടുതൽ വെക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം. കാരണം സ്കെയിലേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എല്ലാം മിക്കവാറും സ്കെയിലേഴ്സ് ആയിരുന്നു. കഴിഞ്ഞ ഒരു പാഠത്തിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചു. അവയെല്ലാം വെക്ടേഴ്സ് ആണ്. ഇനി നമുക്ക് how to represent a vector എന്ന് നോക്കാം. Graphically, a vector is represented with a line with an arrowhead. ദാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ലൈൻ അല്ലെ, ഇതിനൊരു ആരോ ഹെഡും ഉണ്ട്. അപ്പൊ ഒരു വെക്ടറിനെ നമ്മൾ ഗ്രാഫിക്കലി കാണിക്കുന്നത് ഇങ്ങനെ ഒരു ലൈനും അത് ഏത് ദിശയിലാണോ അത് കാണിക്കാൻ ഒരു ആരോവും കൂടിയിട്ടാണ്. മാത്രമല്ല ഈ ലൈനിന്റെ ലെങ്ത് ഇസ് പ്രപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ്. കൂടുതൽ മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടറിനെ കാണിക്കാൻ നമ്മൾ കൂടുതൽ നീളമുള്ള വര വരയ്ക്കുന്നു. ഫോർ എക്സാമ്പിൾ,
ഇപ്പോൾ ഇതൊരു 5 ന്യൂട്ടൺ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ഞാനൊരു 10 ന്യൂട്ടൺ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ വരയ്ക്കണമെങ്കിൽ എനിക്ക് ഇതിന്റെ ഇരട്ടി നീളം എടുക്കേണ്ടി വരും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ വെക്ടർ. ഡയറക്ഷൻ ഇസ് ഷോൺ ബൈ ദ ആരോ. ആരോ ആണ് ഡയറക്ഷൻ കാണിക്കുന്നത്. ഈ ആരോ ഉള്ള സ്ഥലത്തിന് പൊതുവെ നമ്മൾ ഹെഡ് ഓഫ് ദ വെക്ടർ എന്നാ പറയാം. മറ്റേ എന്തിന് ടെയിൽ ഓഫ് ദ വെക്ടർ എന്നാണ് പറയാം. In print, vector is represented in bold or with an arrow. നമ്മൾ ഒരു പ്രിന്റഡ് ബുക്ക് ഒക്കെ നോക്കുമ്പോൾ ചില സമയത്ത് വെക്ടർ ആണെന്ന് കാണിക്കാൻ അവർ ആ ലെറ്ററിന് ബോൾഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ബോൾഡ് ആയി ചില ക്വാണ്ടിറ്റീസ് ഉണ്ട്, നോട്ട് ബോൾഡ് ആയിട്ട് ചില ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ നോട്ട് ബോൾഡ് ആയിട്ടുള്ള എല്ലാ ലെറ്റേഴ്സും സ്കെയിലേഴ്സിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്ന. ബോൾഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്ന വെക്ടർ ആണ്. പക്ഷെ മിക്കവാറും നമ്മൾ എഴുതുമ്പോഴൊക്കെ ബോൾഡ് ആക്കാനും അൺബോൾഡ് ആക്കാനും ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടാണ് ഒരു വെക്ടറിനെ കാണിക്കാറ്. അതാ എ വിത്ത് ആൻ ആരോ. കണ്ടോ, എന്റെ മുകളിൽ ഒരു ആരോ ഇട്ടാ അതിന്റെ അർത്ഥം അതൊരു വെക്ടർ ആണ്. വെക്ടർ എ ഇസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ എലോങ് വൈ ആക്സിസ്. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, മുകളിലേക്ക്. അപ്പൊ മുകളിലേക്ക് 20 ന്യൂട്ടൺ ആണ്. അപ്പൊ കണ്ടോ, ദിശ നമ്മൾക്ക് ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ ഒരു വര വരച്ച് മുകളിലേക്ക് ഒരു ആരോ ഹെഡ് ഇടും. അതല്ലെങ്കിൽ നമുക്ക് പറയാം എലോങ് വൈ ആക്സിസ്. നമുക്ക് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് ഇത് പരിചയമുണ്ട് അല്ലെ. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇങ്ങനെ ഹൊറിസോണ്ടലി. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ വേർട്ടിക്കലി മുകളിലേക്ക്. സെഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ തേർഡ് ഡയമെൻഷൻ ആണ്, പുറത്തേക്ക് വരും. ഇനി നമ്മൾ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ അപ്പുറവും ഇപ്പുറവും ഓരോ വരയിടും. അതല്ലെങ്കിൽ വെറുതെ എ എന്ന് എഴുതും, ആരോ ഹെഡ് ഇല്ലാതെ. രണ്ടാണെങ്കിലും അതിന്റെ അർത്ഥം അത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്താ വായിക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഈക്വൽ ടു 20 ന്യൂട്ടൺ. കണ്ടോ, ഇവിടെ ഡയറക്ഷൻ പറഞ്ഞില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ഇനി നമുക്ക് what are the different types of vectors എന്ന് നോക്കാം. Vectors, equal vectors. Two vectors are equal if they have same magnitude and same direction. രണ്ട് വെക്ടേഴ്സ് തുല്യമാണെന്ന് നമ്മൾ എപ്പോഴാ പറയാ, അവയുടെ മാഗ്നിറ്റ്യൂഡും അവയുടെ ഡയറക്ഷനും തുല്യമായിരിക്കണം. ഉദാഹരണത്തിന് നോക്കുക, ഇവിടെ ഒരു വെക്ടർ എ ഉണ്ട്, ഇവിടെ ഒരു വെക്ടർ ബി ഉണ്ട്. രണ്ടിന്റെ നീളം ഒന്നല്ലേ, അപ്പൊ അവയുടെ മാഗ്നിറ്റ്യൂഡ് ഒന്നാണ്. അവ രണ്ടും ഒരേ ദിശയിലാണ്, അപ്പൊ അവയുടെ ഡയറക്ഷനും സെയിം ആണ്. ഇത് കണ്ടോ, ഇവിടെ എ ഈക്വൽ ടു ബി എന്ന് ആരോ ഒന്നും ഇല്ലാതെ എഴുതിയതിന്റെ അർത്ഥം മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്, അവയുടെ ഡയറക്ഷനും സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ വെക്ടർ എ ഈസ് ഈക്വൽ ടു വെക്ടർ ബി. അപ്പൊ രണ്ട് ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കും. ഇനി നെഗറ്റീവ് വെക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. One vector is called the negative of other vector if they have same magnitude but different directions. For example, നോക്ക്, നെഗറ്റീവ് വെക്ടേഴ്സ് ഡിഫറെന്റ് എന്ന് മാത്രം പോരാട്ടോ, ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് എന്ന് പറയുന്നതാണ് നല്ലത്. ഇപ്പൊ നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഇതാ ഈ ദിശയിലുണ്ട്, വെക്ടർ ബി കണ്ടോ ഒരേ മാഗ്നിറ്റ്യൂഡ് ആണ്, ഒരേ നീളമാണ് ഇതിന്റെ, പക്ഷെ അതിന്റെ ദിശ ഓപ്പോസിറ്റ് ടു എ. അപ്പോ ഒരേ മാഗ്നിറ്റ്യൂഡും വ്യത്യസ്ത വിപരീത ഡയറക്ഷൻസ് ഉള്ള വെക്ടേഴ്സിനെയാണ് നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് പറയാം വെക്ടർ എ ഇസ് ഈക്വൽ ടു മൈനസ് വെക്ടർ ബി, അല്ലെങ്കിൽ വെക്ടർ ബി ഇസ് ഈക്വൽ ടു മൈനസ് വെക്ടർ എ. അങ്ങനെ രണ്ട് രീതിയിലും പറയാവുന്നതാണ്. എ ഈക്വൽ ടു ബി എന്ന് ഇവിടെ എഴുതിയതിന്റെ അർത്ഥം എന്താ, ആരോ മാർക്ക് ഇല്ലല്ലോ, വെറുതെ എയും ബിയും അല്ലേ എഴുതിയിട്ടില്ലേ. അപ്പോ എസ് മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു ബിസ് മാഗ്നിറ്റ്യൂഡ്. എന്റെയും ബിന്റെയും മാഗ്നിറ്റ്യൂഡ് ഒന്നാണ്, പക്ഷെ അവയുടെ ദിശ വ്യത്യസ്തമാണ്. അവ ദിശ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് അവയെ നെഗറ്റീവ് വെക്ടേഴ്സ് എന്ന് പറയാം. ഇനി അടുത്ത തരം വെക്ടർ, വെരി ഇമ്പോർട്ടൻറ്റ്, ഇസ് യൂണിറ്റ് വെക്ടർ. വാട്ട് ഈസ് എ യൂണിറ്റ് വെക്ടർ? A unit vector is a vector of unit magnitude and points in a particular direction. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നായിരിക്കും. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഒന്നായിരിക്കും.
അതിനൊരു പെർട്ടിക്കുലർ ഡയറക്ഷൻ കാണിക്കാനാണ് പൊതുവെ നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സ് ഉപയോഗിക്കുക. അപ്പൊ ഒരു വെക്ടർ എ ഉണ്ട്, 2 ന്യൂട്ടൺ ഫോഴ്സ് ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ വെക്ടർ എയുടെ യൂണിറ്റ് വെക്ടറിനെ കാണിക്കാൻ നമ്മൾ എക്ക് മുകളിൽ ആരോ അല്ല, പകരം ഒരു ക്യാപ്പ് ആണ് വെക്കുക. അപ്പൊ എ ക്യാപ്പ് അല്ലെങ്കിൽ എ ഹാറ്റ്, ഓർ എ ക്യാപ്പ് റെപ്രസെന്റ് യൂണിറ്റ് വെക്ടർ. അതായത് ഒരു വെക്ടർ ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് 1 മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള. അപ്പൊ കണ്ടോ, ഈ വെക്ടർ എ ഉണ്ട് 2 ന്യൂട്ടൺ. അപ്പൊ എ ക്യാപ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ. ആ യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? ഞാൻ പറഞ്ഞില്ലേ, മാഗ്നിറ്റ്യൂഡ് ആണെന്ന് കാണിക്കാൻ അപ്പുറവും ഇപ്പുറവും ഓരോ വരയിടും, മോഡുലസ് ഓഫ് എന്നും പറയാം. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂണിറ്റ് വെക്ടർ എ is equal to 1 and magnitude of vector A is equal to 2 ന്യൂട്ടൺ. ഇനി ദിശ കാണിക്കാനാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ എപ്പോഴും റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്കൊരു വെക്ടർ എ ഉണ്ടെങ്കിൽ എ ഇൻറ്റു എ ക്യാപ് എന്ന് പറയാം, where A is the magnitude of vector A and A cap is the direction of vector A. ഇനി നമ്മൾക്ക് A is equal to A cap എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ യൂണിറ്റ് വെക്ടർ കാണാൻ എന്താ ചെയ്യുക? യൂണിറ്റ് വെക്ടർ is equal to vector A divided by magnitude of A, അങ്ങനെ പറയാം. ഇനി നമുക്ക് orthogonal unit vectors, another kind of unit vectors. Orthogonal means perpendicular to each other, അല്ലെങ്കിൽ normal to each other. പരസ്പരം ലംബമായ വെക്ടേഴ്സിനെയാണ് നമ്മൾ orthogonal unit vectors എന്ന് പറയാം. Unit vectors which are perpendicular to each other, പരസ്പരം ലംബമായ യൂണിറ്റ് വെക്ടേഴ്സ്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിറ്റ് വെക്ടേഴ്സ് which are orthogonal are വെക്ടർ ഐ, ജെ, കെ. ഇപ്പൊ നമുക്കറിയാം എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് നമ്മൾ 3 ഡയറക്ഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്ന ആക്സിസുകളാണ്. അപ്പോൾ ഈ ദിശയില് ഹൊറിസോണ്ടൽ, ഭൂമിക്ക് സമാന്തരമായ ദിശകളെ കാണിക്കാൻ നമ്മൾ എക്സ് ആക്സിസ് ഉപയോഗിക്കും. ഐ ക്യാപ് എന്നത് കൺവെൻഷനലി സാധാരണ നമ്മൾ എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ ഐ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറ്. അപ്പൊ ഐ ക്യാപ് ഇസ് എ യൂണിറ്റ് വെക്ടർ അലോങ് ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഇനി വൈ ഡയറക്ഷൻ, മുകളിലേക്കോ താഴേക്കോ പോകുന്ന വസ്തുവിന്റെ ദിശ കാണിക്കാൻ നമ്മൾ വൈ ഡയറക്ഷൻ ആണ് ഉപയോഗിക്കുക, അഥവാ വെർട്ടിക്കൽ ഡയറക്ഷൻ എന്ന് പറയും. അപ്പൊ ആ ഒരു വെർട്ടിക്കൽ ഡയറക്ഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് വെക്ടർ ആണ് ജെ ക്യാപ്. ജെ ക്യാപ് എപ്പോഴും ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ along the positive direction of y-axis. ഇനി z ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? k. So k cap is a unit vector along the positive direction of z axis. അപ്പൊ ഇവയെല്ലാം ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയും. ഐ, ജെ, കെ ആർ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. യൂണിറ്റ് വെക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അവയുടെ മാഗ്നിറ്റ്യൂഡ് എല്ലാം ഒന്നാണ്, 1. ഇതിന്റെ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് അലോങ് ദ എക്സ് ആക്സിസ്, അഥവാ ഹൊറിസോണ്ടലി 7 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയണമെങ്കിൽ നമുക്ക് അത് പറയാം വെക്ടർ വി ഇസ് ഈക്വൽ ടു 7 ഐ ക്യാപ്. കണ്ടോ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ കാണിക്കാൻ ഐ ക്യാപ് ഉപയോഗിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാവും അത് അലോങ് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആണെന്ന് മനസ്സിലാവും ഐ എന്ന് കണ്ട. ഇനി -7 ഐ ക്യാപ് എന്നാണെങ്കിലോ ഈ ദിശയിലായിരിക്കും, -xന്റെ ഡയറക്ഷനിലായിരിക്കും. അപ്പോ ഇനി വേറൊരു കാര്യം, ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു ജെ ക്യാപ് ന്യൂട്ടൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലേക്ക് 2 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് എങ്ങനെയാണ് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിലെ ഒന്നാമത്തെ മെത്തേഡാണ് ട്രയാങ്കിൾ മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ. അതിനെ ഹെഡ് ടു ടെയിൽ മെത്തേഡ് എന്നും പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഹെഡ് ടു ടെയിൽ മെത്തേഡ് എന്ന് ഉപയോഗിക്കുന്നത്? കണ്ടോ, ഇവിടെ നമുക്ക് കാണാം ഒരു വെക്ടർ എ ബി, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന വെക്ടർ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? 3 കിലോമീറ്റർ. അതുപോലെ ബി നിന്ന് സിയിലേക്ക് പോകുന്ന ഒരു വെക്ടർ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര? 4 കിലോമീറ്റർ. ഇതിപ്പോ ഇനി എന്ന് ബിയിലേക്കും ബിന്ന് സിയിലേക്കും ഒരു വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാ?
3 plus 4 that is equal to 7 kilometer. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എവിടുന്ന എടുക്കുക? എന്ന് സിയിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ദൂരം 5 കിലോമീറ്റർ. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ 5 കിലോമീറ്റർ കിട്ടുന്നതെന്ന് നോക്കാം. ട്രയാങ്കിൾ മെത്തേഡ് അല്ലെങ്കിൽ ഹെഡ് ടു ടെയിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെക്റ്റർ എടുക്കുക, അത് എ ബി അവിടെ വെച്ചു. എന്നിട്ട് ഹെഡ് ടു ടെയിൽ രണ്ടാമത്തെ വെക്റ്ററിന്റെ ടെയിൽ എടുത്ത് ഒന്നാമത്തെ വെക്റ്ററിന്റെ ഹെഡിൽ വെക്കണം. കണ്ടോ, ഇവിടെ ഹെഡ് ഓഫ് എ ബി, ടെയിൽ ഓഫ് ബി സി ഇങ്ങനെ വെച്ചു കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് രണ്ട് സൈഡ് കിട്ടിയ ഒരു ട്രയാങ്കിളിനെ. നൗ കംപ്ലീറ്റ് ദ ട്രയാങ്കിൾ ഫ്രം ദ ടെയിൽ ഓഫ് ദ ഫസ്റ്റ് വെക്റ്റർ ടു ദ ഹെഡ് ഓഫ് ദ സെക്കൻഡ് വെക്റ്റർ. അപ്പൊ ഇങ്ങനെ നമ്മൾ, അതല്ലെങ്കിൽ നമുക്കറിയാം ഇൻ ദ റിവേഴ്സ് ഓർഡർ, ട്രയാങ്കിളിന്റെ ഓർഡറിൽ പോകുമ്പോൾ ഈ ദിശയിൽ പോകുമ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. അപ്പൊ ഇങ്ങനെയല്ല വരുന്നത്, പകരം റിവേഴ്സ് ഡയറക്ഷനിൽ റിവേഴ്സ് ഓർഡറിൽ പോവുകയാണെങ്കിൽ എ സി കിട്ടും. അപ്പൊ വെക്റ്റർ എ ബി പ്ലസ് വെക്റ്റർ ബി സി ഇസ് ഈക്വൽ ടു വെക്റ്റർ എ സി. അപ്പൊ ഡയറക്റ്റ് 3 + 4 7 അല്ലല്ലോ ഇവിടെ ഉത്തരം, 5 കിലോമീറ്റർ ആണ്. അപ്പൊ സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത് പോലെ നമുക്ക് വെക്ടേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഹെഡ് ടു ടെയിൽ മനസ്സിലാവാൻ ഞാൻ വേറൊരു ഇത് വയ്ക്കാം. ഇത് കണ്ടോ, ഇത് വെക്റ്റർ എ ഇവിടുന്ന് പിന്ന് ക്യൂയിലേക്ക്. നൗ വി കീപ് ദ ടെയിൽ ഓഫ് വെക്റ്റർ ബി അറ്റ് ദ ഹെഡ് ഓഫ് വെക്റ്റർ എ. അപ്പോ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതാണ് വെക്റ്റർ ബി. ഇനി ഇത് പോകുന്ന ഡയറക്ഷൻ എ ബി, അതിന്റെ വിപരീത ദിശയിൽ എടുക്കുക, പി ആർ എന്ന് എടുക്കുക. അതല്ലെങ്കിൽ ആ പോകുന്ന ഓർഡറിന്റെ വിപരീത ഓർഡർ, അല്ലെങ്കിൽ ഫ്രം ദ ടെയിൽ ഓഫ് ദ ഫസ്റ്റ് വെക്റ്റർ ടു ദ ഹെഡ് ഓഫ് ദ സെക്കൻഡ് വെക്റ്റർ. അപ്പൊ ഈ പി ആർ ആണ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. ഇതാ മറ്റൊരു ഉദാഹരണം. ഇത് കണ്ടോ, വെക്റ്റർ എ വെക്റ്റർ ബി, പക്ഷെ എന്നിട്ട് റിവേഴ്സ് ഓർഡറിൽ എടുക്കുക, ഈ എന്റെ അറ്റത്തുനിന്ന് ബിന്റെ അറ്റത്തേക്ക്. അപ്പൊ ദിസ് ഇസ് വെക്റ്റർ എ പ്ലസ് ബി. ഇനി വേറൊന്നും എടുക്കാം. ഇവിടെ ഏതാണ് വെക്റ്റർ എ, അത് കഴിഞ്ഞ് വരുന്നത് എന്താ, ബി ആണോ? അല്ല, വെക്റ്റർ സി. അപ്പൊ എ പ്ലസ് സി ഇസ് ഈക്വൽ ടു വെക്റ്റർ ബി എന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ ആ ദിശ നോക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ സി ബി എന്ന് എടുക്കാൻ പറ്റില്ല, കാരണം എ കഴിഞ്ഞ അതേ ദിശയിൽ അതേ ഓർഡറിൽ വരുന്നത് സി ആണ്. അപ്പൊ എ പ്ലസ് സി is equal to vector B എന്ന് തന്നെ പറയണം. ഇനി പൊസിഷൻ വെക്റ്റർ. ഈ പൊസിഷൻ വെക്റ്റർ ഓൾസോ നോൺ ആസ് എ വെക്റ്റർ, ലൊക്കേഷൻ വെക്റ്റർ or radius vector is a vector that represent the position of a point P in space. അപ്പോൾ ഒരു വസ്തുവിന്റെ പൊസിഷൻ കാണിക്കാൻ ഉപയോഗിക്കുന്ന വെക്റ്റർ ആണ് പൊസിഷൻ വെക്റ്റർ. ഇപ്പൊ ഉദാഹരണത്തിന് P എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു. അപ്പൊ അത് ഈ സ്ക്രീനിലാണ് അല്ലെ. അപ്പൊ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ ആണുള്ളത്, എക്സ് ആക്സസും വൈ ആക്സസും. അത് പുറത്തേക്കൊന്നും വരുന്നില്ല. അപ്പൊ നമുക്ക് വെറും എക്സും വൈയും മാത്രം മതി. അപ്പൊ ആ പി എന്നുള്ള പൊസിഷൻ, ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കാണിക്കാൻ നമ്മൾ ഒറിജിനിൽ നിന്ന് ഒരു വെക്റ്റർ പിയിലേക്ക് വരച്ചു. അതിനെയാണ് പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോ പൊസിഷൻ വെക്റ്റർ ഇസ് എ വെക്റ്റർ യൂസ് ടു ഡിനോട്ട് ദ ലൊക്കേഷൻ. അതൊരു ലൊക്കേഷൻ വെക്റ്റർ ആണ്, അല്ലെങ്കിൽ റേഡിയസ് വെക്റ്റർ എന്നും പറയും. അതിന് യൂഷ്വലി ആർ എന്ന ലെറ്റർ കൊണ്ടാണ് പൊസിഷൻ വെക്ടറിനെ നമ്മൾ കണക്കാക്കുക. ഇപ്പോ ഇവിടെ നോക്കുക, ഇവിടെ 2 പൊസിഷൻ ഉണ്ട്, 2 ഒബ്ജക്ട്സ് ഉണ്ട്, P1 P2. P1ന്റെ പൊസിഷൻ വെക്ടർ കാണാൻ ഒറിജിനിൽ നിന്ന് P1ലേക്ക് വരച്ചു R1. P2ന്റെ പൊസിഷൻ വെക്ടർ കാണാൻ ഒറിജിനിൽ നിന്ന് P2ലേക്ക് വരച്ചു R2. അപ്പോൾ വെക്ടർ R1 is the position vector of P1 and vector R2 is the position vector of P2. ഇപ്പൊ P1ൽ നിന്ന് P2ലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ നമ്മൾക്ക് വെക്ടർ ആയിട്ട് കാണിക്കാം ആ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം P1 to P2 കാണിക്കാൻ R21 എന്ന് കാണിക്കാം. അപ്പൊ അത് R21 എങ്ങനെ കാണിക്കുക? ട്രയാങ്കിൾ മെത്തേഡ് നോക്കുമ്പോൾ എങ്ങനെയാ വരുന്നേ? R1 പ്ലസ് R21 ഈക്വൽ ടു R2. കണ്ടോ, ഞാൻ ഓർഡറിൽ ഇങ്ങനെ എടുത്തു. എന്നിട്ട് റിസൾട്ടന്റ് അല്ലെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് വിപരീത ഓർഡറിൽ എടുത്തു. ഫസ്റ്റ് വെക്ടറിന്റെ ടെയിലിൽ നിന്ന് സെക്കൻഡ് വെക്ടറിന്റെ ഹെഡിലേക്ക്. അപ്പൊ R2 എന്നെടുത്തു. R1 plus R21 is equal to R2 or R21 is equal to
R2 minus R1. അപ്പോ R21 എന്ന് പറഞ്ഞാൽ വെക്റ്റർ ഫ്രം P2 to P1 അല്ല കേട്ടോ. ഈ P1-ൽ നിന്ന് P2-ലേക്ക് പോകുമ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെന്റിനെയാണ് R21 എന്ന് പറയുക. ഇനി അതേപോലെ തന്നെ നമുക്ക് ഇത് R21, ഇതേ ഫിഗർ തന്നെയാണിത്. ഇനി പകരം നമ്മൾ R12 P2-ൽ നിന്ന് P1-ലേക്ക് പോവുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? R2 plus R12 is equal to R1 എന്നായിരിക്കും അല്ലെ? അപ്പോ R12 എന്തായിരിക്കും? R2-നെയാണ് മറ്റേ സൈഡിലേക്ക് എടുക്കുക, അപ്പൊ മൈനസ് R2 എന്ന് വരും. അപ്പൊ R12 will be equal to R1 minus R2. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? R12 is equal to minus R21 എന്ന് എഴുതാം. അപ്പൊ എന്താണ് പൊസിഷൻ വെക്റ്റർ എന്ന് മനസ്സിലായില്ലേ? ഒരു വസ്തുവിന്റെ പൊസിഷനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വെക്റ്റർ ആണ് പൊസിഷൻ വെക്റ്റർ. ഇനി അടുത്ത ഒരു മെത്തേഡും കൂടി ഉണ്ട്. രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ. അതിന് നമ്മൾ പറയുന്നതാണ് പാരലലോഗ്രാം മെത്തേഡ് ഓഫ് വെക്റ്റർ അഡീഷൻ, അതല്ലെങ്കിൽ ടെയിൽ ടു ടെയിൽ മെത്തേഡ്. മറ്റേതിനെ ഹെഡ് ടു ടെയിൽ, ഒന്നിന്റെ ഹെഡിന്റെ അടുത്താണ് മറ്റേതിന്റെ ടെയിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. ഇവിടെ ടെയിൽ ടു ടെയിൽ, നമ്മൾക്ക് ആഡ് ചെയ്യാനുള്ള രണ്ട് വെക്റ്റേഴ്സിന്റെയും ടെയിലുകൾ തമ്മിലാണ് മുട്ടുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ആഡ് ചെയ്യാനുള്ള രണ്ട് വെക്റ്റേഴ്സിന്റെയും ഹെഡും ടെയിലും തമ്മിലാണ് മുട്ടിയിരുന്നത്. അപ്പൊ ഇവിടെ ടെയിലും ആണ് മുട്ടിയിരിക്കുന്നത്. ഇതാ ഒരു വെക്റ്റർ എ, ഇതാ ഒരു വെക്റ്റർ ബി, അവ തമ്മിലുള്ള ആംഗിൾ തീറ്റ. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പാരലലോഗ്രാം മെത്തേഡിൽ വെക്റ്റർ ആഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ ഇങ്ങനെ ടെയിൽ ടു ടെയിൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എക്ക് സമാന്തരമായി പാരലൽ ടു എ ഡ്രോ അനദർ ലൈൻ ഫ്രം ബി. ആ ബീന്റെ അറ്റത്ത് നിന്ന് എക്ക് സമാന്തരമായിട്ട് എന്റെ അതേ ലെങ്തില് ഒരു വര വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? എന്റെ അറ്റത്ത് നിന്ന് ബി വെക്റ്റർ ബിക്ക് സമാന്തരമായിട്ടും ഒരു വര വരയ്ക്കുക. അവ തമ്മിൽ കൂട്ടിമുട്ടുന്നത് എസ് എന്ന പോയിന്റിലാണ്. നോക്ക്, ഇപ്പൊ നമുക്കൊരു പാരലോഗ്രാം കിട്ടിയില്ലേ? അതുകൊണ്ടാണ് ഇതിന് പാരലോഗ്രാം മെത്തേഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ പാരലോഗ്രാമിന്റെ ഡയഗണൽ വരയ്ക്കുക. രണ്ടും കൂട്ടിമുട്ടുന്ന ടെയിലിന് എന്ത് ചെയ്യുക? ടെയിൽ എൻഡിന് രണ്ടിന്റെയും മറ്റേ അറ്റത്തേക്ക് ഒരു ഡയഗണൽ വരയ്ക്കുക. ദിസ് ഡയഗണൽ represents the sum of A and B or the resultant of A and B. സാധാരണ സ്കെയിലേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആ ഉത്തരത്തിനാണ് നമ്മൾ സം എന്ന് പറയും. ഇനി വെക്ടേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആ ഉത്തരത്തിന് നമ്മൾ എന്താ പറയാ? റിസൾട്ടന്റ് എന്നാണ് പറയാ. അപ്പൊ റിസൾട്ടന്റ് R is equal to, നമ്മൾക്ക് വരയ്ക്കുമ്പോൾ ചിത്രത്തില് ഗ്രാഫിക്കലി നമുക്ക് ഇങ്ങനെ ഡയഗണൽ ആയിട്ട് കാണിക്കാം. പക്ഷെ ഈ വെക്റ്റർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്ന് കാണാൻ എങ്ങനെയാ? R is equal to root of a square plus b square plus 2ab cos theta, where a and b are the magnitudes of vector A and vector B. Theta is the angle between A and B. അപ്പൊ ഇതിനെ നമ്മൾ ലോ ഓഫ് കൊസൈൻസ് എന്നും പറയും. അപ്പൊ രണ്ട് വെക്ടേഴ്സ്, ഏത് രണ്ട് വെക്ടേഴ്സും തമ്മിലുള്ള ആ രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്ന് കാണാൻ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. അപ്പൊ രണ്ട് വെക്ടേഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് അറിയണം, അവ തമ്മിലുള്ള ആംഗിളും അറിയണം. R is equal to root of a square plus b square plus 2ab cos theta. ഈ ഫോർമുല നന്നായി പഠിച്ചു വെക്കുക കേട്ടോ. രണ്ട് വെക്ടേഴ്സ് തമ്മിൽ കൂട്ടിയാൽ അതിന്റെ ഉത്തരത്തിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി അതുപോലെ തന്നെ രണ്ട് വെക്ടേഴ്സും തമ്മിൽ കൂട്ടിയാൽ അവയുടെ ഉത്തരത്തിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടു. ഇനി ഈ റിസൾട്ടന്റ് വെക്ടർ ഒന്നാമത്തെ വെക്ടറുമായി ഉണ്ടാക്കുന്ന ആംഗിൾ, ആ ആംഗിൾ ആണ് നമ്മൾ പൊതുവെ ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാല്, ഡയറക്ഷൻ കാണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? tan alpha, where alpha is the angle between the resultant and the first vector. അപ്പൊ ഫസ്റ്റ് വെക്ടറും റിസൾട്ടന്റും തമ്മിൽ ആംഗിൾ ആണ് ആൽഫ. ആൽഫ tan alpha is equal to b sin theta divided by a plus b cos theta. ഈ ഇക്വേഷനും പഠിച്ചു വെക്കുക. രണ്ട് ആംഗിൾ തന്നിട്ട് അവ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരത്തിന്റെ ഡയറക്ഷൻ കാണുന്നതാണ് നമ്മൾ ഇങ്ങനെ. അപ്പൊ അവിടെ തീറ്റ എന്ന് പറയുന്നത് രണ്ട് ആംഗിൾ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ്. എയും ബിയും ആ രണ്ട് വെക്ടേഴ്സിന്റെ
മാഗ്നിറ്റ്യൂഡ് ആണ്. ഇനി നമ്മൾക്ക് ഇത് വെച്ചുള്ള ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ചില സമയത്ത് നമ്മൾക്ക് ഡെറിവേഷനിലൊക്കെ അത് ഉപയോഗപ്പെടും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതിന് ലോ ഓഫ് സൈൻസ് എന്നാണ് പറയാം. അപ്പൊ ഇങ്ങനൊരു ബന്ധമുണ്ട്. ആൽഫ എന്ന് പറയുന്നത് റിസൾട്ടന്റും ആംഗിൾ എ വെക്ടർ എയും തമ്മിലുള്ള ആംഗിൾ ആണ്. ബീറ്റ എന്ന് പറയുന്നത് റിസൾട്ടന്റും വെക്ടർ ബിയും. ഇത് വെക്ടർ പി എസ് എന്ന് പറയുന്നത് വെക്ടർ ബിക്ക് ഈക്വൽ ആണ്. കണ്ടോ, ഒരേ നീളം, ഒരേ മാഗ്നിറ്റ്യൂഡ്, ഒരേ ഡയറക്ഷൻ. അപ്പൊ പി എസും റിസൾട്ടന്റും തമ്മിലുള്ള ആംഗിൾ ആണ് ബീറ്റ. അതല്ല ഇങ്ങനെ എടുത്താലും അത് ബീറ്റ തന്നെ ആയിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾ അല്ല. അപ്പൊ ഈ ആംഗിളും ബീറ്റ തന്നെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാവുന്നത് എന്താണ്? ആർ റിസൾട്ടന്റ് ആണ് കേട്ടോ. ആർ ബൈ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ സൈൻ ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ബി ബൈ സൈൻ ആൽഫ. സോ ഈ ഒരു ഇക്വേഷനും ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ചില സമയത്ത് ഇത് ഉപകാരപ്പെടും ഡെറിവേഷനൊക്കെ. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. Two perpendicular vectors acting at a point have equal magnitude P. Find the magnitude of their resultant. അപ്പൊ ആ രണ്ട് വെക്ടേഴ്സ് ഉണ്ട്, അവ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു. അവ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവർ തമ്മിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി. തീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇനി രണ്ടിനും ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ് പി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എ എന്ന് പറയുന്നതിനും മാഗ്നിറ്റ്യൂഡ് പി ആണ്, വെക്ടർ ബി എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് പി ആണ്. അപ്പൊ അതിന്റെ റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഈ ഫോർമുല പഠിക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത് ഇനി എക്കും ബിക്കും നമുക്ക് പി എന്ന് കൊടുക്കാം, തീറ്റയ്ക്ക് 90 ഡിഗ്രി എന്നും കൊടുക്കാം. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് 2p സ്ക്വയർ കോസ് 90. പി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ എന്ന് പറഞ്ഞാല് 2p സ്ക്വയർ ഉണ്ടാവും. 2p സ്ക്വയർ പ്ലസ് 2p സ്ക്വയർ കോസ് 90. കോസ് 90 എത്രയാ? കോസ് 90 0. അപ്പോ ഇത് 0 ആയി പോവും, ഈ ടേം 0 ആയി പോവും. അപ്പോൾ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ദാറ്റ് ഇസ് 2p സ്ക്വയർ, ഓർ ദ റിസൾട്ടന്റ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻറ്റു പി. പി സ്ക്വയറിന്റെ റൂട്ട് പി അല്ലേ. അപ്പോ റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സ് എത്രയാണ്? നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടി. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് മാഗ്നിറ്റ്യൂഡ് ആണ്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ടാൻ ആൽഫയുടെ ഫോർമുല കൂടി ഉപയോഗിക്കേണ്ടി വരും. ഇനി നമുക്ക് പലതരം മോഷനെ കുറിച്ച് പഠിക്കാം. There is 1-dimensional motion, 2-dimensional motion and 3-dimensional motion. 1-dimensional motion എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു ഇങ്ങനെ നീളത്തിൽ ലെങ്ത് മാത്രമേ അതിന്റെ ചേഞ്ച് ആവുന്നുള്ളൂ. ഉദാഹരണത്തിന് ഒരു ട്രെയിൻ ഇങ്ങനെ സ്ട്രെയിറ്റ് പാതയിലൂടെ പോവാന്ന് വിചാരിച്ചോ. അപ്പൊ അതിന്റെ ലെങ്ത്തിൽ മാത്രമേ മാറ്റം വരുത്തുന്നുള്ളൂ. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും? 1-dimensional മോഷൻ എന്ന് പറയും. ഇനി ഒരു ബോള് കിക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോ അതിന് മുന്നോട്ടും പോകുന്നുണ്ട്, മുകളിലേക്കും താഴേക്കും പോകുന്നുണ്ട് അല്ലെ. അപ്പോ ബോത്ത് എക്സ് ആക്സിസിലും അതിന് ചേഞ്ച് വരുന്നുണ്ട്, വൈ ഡയറക്ഷനിലും ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ അതിനെ 2-dimensional മോഷൻ എന്ന് പറയാം. വേറൊരു ഉദാഹരണം പറയാൻ പറ്റുമോ 2-dimensional മോഷന്? അതെ, ഒരു ഉറുമ്പ് ഒരു ടേബിളിന്റെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാന്ന് വിചാരിച്ചോ. അപ്പൊ അത് ടേബിളിന്റെ നീളത്തിലൂടെയും പോവാം, ബ്രെഡ്ത്തിലൂടെയും പോവാം. അപ്പോ അതും ആ ടേബിളിന്റെ മുകളിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് 2-dimensional മോഷൻ ആണ്. ഇനി ഒരു ജാവലിൻ നമ്മൾക്ക് ഇപ്പോ ഇന്ത്യക്ക് ഒരു ഗോൾഡ് മെഡൽ കിട്ടിയത്, ആദ്യമായി ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയത് ജാവലിൻ ത്രോക്കാണ് അല്ലെ. അപ്പൊ ജാവലിൻ എറിയുമ്പോ എങ്ങനെയാ പോകുന്നത്? അത് മുന്നോട്ടും പോകുന്നുണ്ട്, മുകളിലേക്കും താഴേക്കും പോകുന്നുണ്ട്. അപ്പൊ ജാവലിൻ ത്രോവും ഒരു 2-dimensional മോഷന് ഉദാഹരണമാണ്. ഇനി 3-dimensional മോഷൻ. 3-dimensional മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും മാറ്റം വരുന്നു. അതായത് 3 ദിശയിലും മാറ്റം വരുന്നു. ഇപ്പൊ ഒരു പക്ഷി ഇങ്ങനെ പറന്നു പോവാന്ന് വിചാരിച്ചു. അത് മുന്നോട്ട് പോകുന്നുണ്ട്, മുകളിലേക്കും താഴേക്കും പോകുന്നുണ്ട്, പിന്നെ എല്ലാ ദിശയിലും പോകുന്നുണ്ട് അല്ലെ. സ്പേസിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ അതൊരു 3-dimensional മോഷൻ ആണ്. ഇനി നമുക്ക് ഒരു പ്രത്യേക തരം, നമ്മൾ ഈ പാഠത്തിന്റെ പേരെന്താ? മോഷൻ ഇൻ എ പ്ലെയിൻ.
അതായത് മോഷൻ ഇൻ 2 dimension. അതിന് ഉദാഹരണമാണ് പ്രൊജക്ടൈൽ മോഷൻ. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് നോക്കാം. An object that is in flight after being thrown or projected is called a projectile. അപ്പോൾ ഒരു വസ്തുവിനെ എറിഞ്ഞതിന് ശേഷം അതിങ്ങനെ വായുവിൽ നിൽക്കും അല്ലെ, അങ്ങനെയുള്ള വസ്തുവിനെ വായുവിൽ ഇങ്ങനെ പോകും, അതിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് ഒരാൾ ഒരു ഫുട്ബോൾ ഇങ്ങനെ കിക്ക് ചെയ്തു, ഫുട്ബോൾ കിക്ക് ചെയ്ത് അത് വായുവിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും, എന്നിട്ട് അത് താഴെ വീഴും. അപ്പോൾ കിക്ക് ചെയ്യുമ്പോൾ മാത്രമേ അതിനൊരു വെലോസിറ്റി കൊടുക്കുന്നുള്ളൂ. യു ആണ് ഇനീഷ്യൽ വെലോസിറ്റി. അത് കിക്ക് ചെയ്യുന്നത് ഒരു ആംഗിളിലാണ്, തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടൽ എന്ന് പറയും. ഈ എക്സ് ഡയറക്ഷനിൽ എക്സ് ആക്സിസിൽ തീറ്റ എന്ന ആംഗിൾ ഉണ്ടാക്കിയിട്ടാണ് അതിനെ കിക്ക് ചെയ്യുന്നത്. അപ്പോൾ മാത്രമേ നമ്മൾ അതിനൊരു ഫോഴ്സ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സും അതിനുണ്ടാവില്ല. പക്ഷെ വെർട്ടിക്കൽ ഡയറക്ഷനിലോ ഭൂമിയുടെ ഗുരുത്വാകർഷണം ഉണ്ട്, അപ്പൊ അത് താഴേക്ക് വരും. അപ്പൊ മുകളിലേക്ക് പോയ വസ്തു താഴേക്ക് വരും. അപ്പൊ ഇങ്ങനെ പോകുന്ന വസ്തുക്കൾക്കാണ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഇനി പാത്ത് ഓർ ട്രാജക്ടറി, പാത്ത് എന്ന് പറഞ്ഞാലും ട്രാജക്ടറി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. The path of a projectile is a parabola. അപ്പൊ ഒരു ഇതിങ്ങനെ പോയി കഴിയുമ്പോൾ കണ്ടോ, ഈ പോകുന്ന ഈ ഷേപ്പിന് പറയുന്ന പേരാണ് പാരബോള. ഇനി എന്തൊക്കെയാണ് പ്രൊജക്ടൈൽ മോഷൻ ഉദാഹരണം? ജാവലിൻ ത്രോൺ ബൈ ആൻ അത്ലറ്റ്, അതൊരു പ്രൊജക്ടൈൽ മോഷൻ ആണ്. ബുള്ളറ്റ് ഫയർഡ് ബൈ എ റൈഫിൾ, വെടി ഉണ്ടാണെങ്കിലും നമ്മൾ ഇനീഷ്യലി ഒരു വെലോസിറ്റി കൊടുക്കും, പിന്നെ അത് ആന പോവുക ചെയ്യുന്നത് അല്ലെ. A jet of water coming from the side hole of a vessel, അതായത് ഒരു പാത്രം എടുത്ത അതിന്റെ സൈഡിൽ ഒരു ഓട്ട ഉണ്ടാക്കിയ വെള്ളം ഇങ്ങനെ പോകും അല്ലെ, അതും ഒരു പ്രൊജക്ടൈൽ മോഷൻ ആണ്. A stone thrown horizontally from the top of a building, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് എടുത്തെറിഞ്ഞാല് അത് പോകുന്നതും ഒരു പാരബോളയാണ്, ഒരു പ്രൊജക്ടൈൽ ആണ്. An object dropped from a aeroplane, അപ്പൊ ഒരു പ്ലെയിനിൽ പോവുക അല്ലെ ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു ബോംബ് എറിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഭക്ഷണപ്പൊതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു എറിഞ്ഞു കഴിഞ്ഞാലോ അത് പോകുന്നതും എന്താണ്, ഒരു പ്രൊജക്ടൈൽ ആണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രൊജക്ടൈൽസ്. ഇനി ഈ പ്രൊജക്ടൈലിന്റെ മോഷനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ പ്രൊജക്ടൈൽ മോഷന് വളരെയധികം ക്വസ്റ്റ്യൻസും അതേപോലെ പ്രോബ്ലംസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ പാഠത്തുനിന്ന് അധിക ചോദ്യങ്ങളും പ്രൊജക്ടൈൽ മോഷന്റെ ഭാഗത്തുനിന്ന് ആയിരിക്കാനാണ് സാധ്യത. ഇനി കൺസിഡർ a projectile which is launched with an initial velocity v0 making an angle theta with the x-axis. അപ്പോൾ ഒരു പ്രൊജക്ടൈൽ എറിഞ്ഞു, അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റിക്ക് നമ്മൾ പറയുന്നത് എന്താണ്? v0 ആണ് ഇനീഷ്യൽ വെലോസിറ്റി കേട്ടോ. മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ എക്സ് ആക്സിസ്, കണ്ടോ എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ തീറ്റയാണ്. അപ്പൊ അതിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഈ ഇനീഷ്യൽ വെലോസിറ്റി, തുടക്കത്തിലുള്ള വെലോസിറ്റിനെ തന്നെ നമുക്ക് രണ്ട് വെക്ടറിന്റെ സമ്മായിട്ട് പറയാം. കണ്ടോ, വെക്ടർ എലോങ് ദ എക്സ് ആക്സിസ്, എലോങ് ദ വൈ ആക്സിസ്. അപ്പം ഈ വെക്ടർ എലോങ് ദ എക്സ് ആക്സിസിനെ എക്സ് കമ്പോണന്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയും. അതേ വൈ ദിശയിലുള്ള വെക്ടറിനെ നമ്മൾ എന്ത് പറയും? ദ വൈ കമ്പോണന്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി v0 y എന്ന് പറയും. ഇനി എക്സ് കമ്പോണന്റ് എന്താണ്? v0 കോസ് തീറ്റ. തീറ്റയാണ് ഇത് എങ്കിൽ ഒരു വെക്ടറിനെ രണ്ട് ദിശയിൽ പറയാം. കണ്ടോ, നമ്മൾ പാരലോഗ്രാം ലോ പഠിച്ചില്ലേ? ടെയിൽ ടു ടെയിൽ, ഇതാ ഒരു ടെയിൽ, ഇതാ മറ്റൊരു ടെയിൽ, തമ്മിൽ കൂട്ടിമുട്ടുന്ന അവിടെ ഒരു പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് അതിന്റെ റിസൾട്ടന്റ് വെച്ച v0 is equal to v0x plus v0y എന്ന് പറയും. v0x i cap എന്ന് ശരിക്കും പറയണം, കാരണം അത് എക്സ് ദിശയിലാണ്, പ്ലസ് v0y j cap എന്ന് പറയണം, അതായത് അത് y ദിശയിലാണ്. അപ്പൊ v0x i cap plus v0y j cap is equal to v0, അതായത് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ എക്സ് കമ്പോണന്റ് ഓഫ് ദ ഇനീഷ്യൽ വെലോസിറ്റി v0x എത്രയാണ്? v0 cos theta. ഇനി y കമ്പോണന്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി v0y എത്രയാണ്? v0 sin theta. ഇനി ഇതാണ് വെലോസിറ്റി. ഇനി വെലോസിറ്റി നോക്ക്, ഇങ്ങനെ മുകളിലേക്ക് പോയി കൊണ്ടിരിക്കൂ അല്ലെ. ഇനി മുന്നിലേക്ക് പോകുന്ന സമയത്ത്
ആരെങ്കിലും മുന്നിൽ നിന്ന് പിടിച്ചു വലിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഒരു കല്ലിങ്ങനെ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഇങ്ങനെ കിക്ക് ചെയ്താന്ന് വിചാരിച്ചോ, അതിനെ കിക്ക് ചെയ്ത ശേഷം അതിങ്ങനെ വായു തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ആരും അതിനെ മുന്നിലേക്ക് പിടിച്ചു വലിക്കുന്നില്ല. അപ്പൊ മുന്നിലേക്ക് ഒരു ആക്സിലറേഷനും ഇല്ല, എക്സ് ഡയറക്ഷനിൽ ഒരു ആക്സിലറേഷനും ഇല്ല. അപ്പൊ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ v0x തന്നെയാണ്, v0 cos θ തന്നെയാണ് ഈ പോയിന്റിലും, v0x തന്നെയാണ് v0 cos θ തന്നെയാണ് ഇവിടും v0x തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇവിടെ എത്തുമ്പോഴും v0x തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പൊ എക്സ് ദിശയിൽ അതിന്റെ വെലോസിറ്റിക്ക് യാതൊരു മാറ്റവും ഇല്ല. എക്സ് ദിശയിൽ അഥവാ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എക്സ് component of the velocity will remain a constant. അപ്പൊ horizontal velocity will remain a constant. കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. ഇനി y ദിശയിലോ? y ദിശയിൽ ആരോ ഒരാൾ പിടിച്ച് താഴേക്ക് വലിക്കുന്നുണ്ട്. ആരാണത്? ഭൂമി അല്ലെ? അപ്പൊ ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം അതിന് y ദിശയിൽ താഴേക്കൊരു വലിവുണ്ട്, താഴേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ട്. ആ ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോ ax അതായത് എക്സ് ദിശയിൽ അതിന് ആക്സിലറേഷൻ ഇല്ല. ax is equal to 0. ay എന്ന് പറഞ്ഞാൽ y ദിശയിലുള്ള ആക്സിലറേഷൻ is equal to മൈനസ് g. g എന്നാണ് എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇറ്റ് is 9.8. After projection, its motion is influenced by gravity alone, which is directed vertically downwards. അപ്പോ നമുക്ക് ടോട്ടൽ ആക്സിലറേഷൻ എങ്ങനെ എഴുതാം? AXI plus AYJ. അപ്പൊ AX 0 അല്ലേ? അപ്പൊ ഈ ടേം 0 ആയി പോകും. AY എത്രയാ? മൈനസ് G. അപ്പൊ മൈനസ് G J cap. J cap എന്ന് പറയുന്നത് Y ദിശയിലാണെന്ന് കാണിക്കാനാണ്. മൈനസ് J cap എന്ന് പറഞ്ഞാൽ അത് താഴത്തേക്കാണ്, നെഗറ്റീവ് Y ഡയറക്ഷനിലാണ് എന്ന് മനസ്സിലാവും. Since the acceleration has no x component, the horizontal component of velocity remains constant throughout the motion. നമ്മൾ പറഞ്ഞല്ലോ എക്സ് ദിശയിൽ ഒന്നും അതിനെ പിടിച്ചു വലിക്കുന്നില്ല. അപ്പൊ എക്സ് ദിശയിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ അതിന്റെ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ചേഞ്ചസ് അറ്റ് എ ഹയസ്റ്റ് പോയിന്റ്. നമുക്കറിയാം ഒരു വസ്തു മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും മുകളിൽ പോകും, എന്നിട്ട് അവിടെ നിന്നിട്ട് താഴേക്ക് വരൂ അല്ലെ? എന്നിട്ട് അവിടെ നിന്നിട്ട് അപ്പൊ നിൽക്കുമ്പോ അതിന്റെ വെലോസിറ്റി എന്താവും? 0. അപ്പൊ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ y ദിശയിലുള്ള വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ vy is equal to 0. A vertical component of velocity changes at the highest point. The vertical component of velocity becomes 0. ഇനി നമുക്ക് equations of position coordinates of the projectile at time t. അത് x ദിശയിൽ എത്ര ദൂരം പോയി, അതേപോലെ y ദിശയിൽ എത്ര ദൂരം പോയി, അതിന്റെ x component of position and y component of position നോക്കാം. നമ്മൾ ഇതിന് മുമ്പത്തെ പാഠത്തിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചു അല്ലെ? അതിൽ രണ്ടാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിരുന്നു? S is equal to ut plus half at square. അപ്പോ ഈ എക്സ് ദിശയിലും y ദിശയിലും ഡിസ്റ്റൻസ് ട്രാവൽ അല്ലെങ്കിൽ എത്ര ദൂരം പോയി എന്നറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻ അതാണ്. S is equal to ut plus half at square. ഇവിടെ നോക്കുക, എക്സ് കമ്പോണന്റ് ഓഫ് പൊസിഷൻ അതായത് എക്സ് ദിശയിൽ എത്ര ദൂരം പോയി എന്ന് കാണിക്കാൻ എസിന് പകരം എക്സ് എന്നെടുത്തു. ഈക്വൽ ടു ut. u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ? അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ എടുക്കുമ്പോൾ v0x, ചിലപ്പോൾ ux എന്നും എടുക്കാട്ടോ. രണ്ടും u x എന്നെടുത്താലും അത് ശരിയാണ്. v0 എന്നോ u എന്നോ പറയാം. അപ്പൊ v0x എന്നെടുത്തു, ut t തന്നെ പ്ലസ് ഹാഫ് a എന്ന് പറയുന്നത് എക്സ് ദിശയിലുള്ളതാണ്. അപ്പൊ ax t സ്ക്വയർ. അപ്പൊ s is equal to ut plus half at square. അതിന് പകരം x is equal to v0xt plus half ax t square. ഇനി നമ്മൾ കണ്ടു എക്സ് ദിശയിൽ അതിന് ആക്സലറേഷൻ ഒന്നുമില്ല. അപ്പൊ ax is equal to 0.
x is equal to 0 എന്ന് പറഞ്ഞാൽ ഈ ടേം 0 ആവും. അപ്പൊ ബാക്കി എന്താ ഉള്ളത്? x is equal to v0 cos theta into t. നമ്മൾ കണ്ടില്ലേ x ഡയറക്ഷനിലെ x കമ്പോണന്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി v0 x is equal to v0 cos theta. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. x is equal to v0 cos theta into t. അത് ഇക്വേഷൻ 1 ആക്കി എടുത്തു. ഇനി y കമ്പോണന്റ് ഓഫ് പൊസിഷൻ അറ്റ് എനി ഇൻസ്റ്റന്റ് t. y കോമ്പോണന്റിനു നമ്മൾ എന്ത് ചെയ്യും? s is equal to ut plus half at square എന്ന് എടുത്തു. പക്ഷേ എസിന് പകരം y കമ്പോണന്റ് ആണ് എടുക്കുന്നത്. u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ഇൻ ദ y ഡയറക്ഷൻ v0y. v0 എന്ന് പറയുന്നത് ടൈം ഈസ് 0. ഇനീഷ്യലി തുടക്കത്തിൽ ടൈം 0 അല്ലേ? അപ്പൊ തുടക്കത്തിലുള്ള എന്ന് പറയുന്നത് ടൈം 0 ആവുമ്പോഴുള്ള എന്ന് കാണിക്കാനാണ് v0 എന്ന് എടുത്തിരിക്കുന്നത്. പ്ലസ് ഹാഫ് ay t സ്ക്വയർ. y കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ. അപ്പൊ നമുക്കറിയാം y കമ്പോണന്റ് ഓഫ് ആക്സലറേഷൻ എന്താണ്? മൈനസ് ജി, ഗുരുത്വാകർഷണമാണ്. അത് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ മൈനസ് ജി എന്നിട്ടു. അപ്പൊ നമുക്ക് കിട്ടും v0 sin theta t. v0y നമ്മൾ കഴിഞ്ഞതിൽ കണ്ടതാണ്. y കമ്പോണന്റ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റീസ് v0 sin theta. അപ്പൊ v0 sin theta t മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അപ്പൊ ഇത് രണ്ടുമാണ് എക്സ് ദിശയിൽ എനി ടൈം ടി, ഏതെങ്കിലും ഒരു ടൈം ടിയിലെ എക്സ് ദിശയിൽ എത്ര ദൂരം സഞ്ചരിച്ചു, y ദിശയിൽ എത്ര ദൂരം സഞ്ചരിച്ചു, ആ രണ്ടും കാണാനുള്ള ഇക്വേഷൻസ് ആണിത്. ഇനി നമ്മൾക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് സഞ്ചരിക്കാൻ ആകെ എടുത്ത സമയം. അപ്പൊ ഒരു ബോള് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിക്ക് ചെയ്യുന്ന സമയം മുതൽ അത് താഴെ വീഴുന്നത് വരെയുള്ള സമയം എത്രയാണ്? അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. The time taken by the projectile to reach back to the point of projection in the horizontal plane. അതായത് മുകളിലേക്ക് പോയി തിരിച്ചത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഏത് പോയിന്റിൽ നിന്നാണോ അത് പൊങ്ങിയത് അതുപോലെ എത്തണം. മുകളിലേക്ക് പോയി താഴേക്ക് എത്താനുള്ള സമയം. To derive an expression for the time of flight, let us consider the vertical motion of the projectile. Vertical motion മാത്രമാണ് ഇപ്പൊ ആദ്യം നോക്കുന്നത് കേട്ടോ. അപ്പൊ vertical displacement, മുകളിലേക്ക് പോയി താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. ഹൊറിസോണ്ടലി മൂവ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ വെർട്ടിക്കലിയോ മുകളിലേക്ക് പോയി താഴേക്ക് തന്നെ എത്തിയില്ലേ? അപ്പോ പോയ ഇതിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പൊ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 0, sy ഈക്വൽ ടു 0. അപ്പൊ ടൈം ടി എത്രയാണ്? ടൈം ടി ഇനെയാണ് TF അല്ലെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ആകെ അത് സഞ്ചരിക്കാൻ എടുത്ത ടൈം. ഇനി ഇനീഷ്യൽ വെലോസിറ്റി uy is equal to u sin theta. ഞാൻ പറഞ്ഞല്ലോ ഇനീഷ്യൽ വെലോസിറ്റിനെ ഒന്നുകിൽ നമുക്ക് v0y എന്ന് പറയാം, അല്ലെങ്കിൽ uy എന്ന് പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ uy is equal to u sin theta. ആക്സിലറേഷൻ നമുക്കറിയാം വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൈനസ് ജി ആണ്. ഇനി നമ്മൾ s is equal to ut plus half at square എന്ന ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. അപ്പോ എല്ലാം y ദിശയിലാണ്. അപ്പൊ sy എന്താ? 0. uy എന്താണ്? u sin theta. t ടൈം എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ay എന്ന് പറയും മൈനസ് ജി ആണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോ ഇവിടെ നോക്കുക, മൈനസ് ഇൻറ്റു ഹാഫ് ഇൻറ്റു ടി എഫ് സ്ക്വയർ മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നെഴുതി, ജി ടി എഫ് സ്ക്വയർ എന്നെഴുതി. ഇനി മൈനസ് ഹാഫ് ജി ടി എഫ് സ്ക്വയറിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോൾ പ്ലസ് ആവും. അപ്പൊ ഹാഫ് ജി ടി എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ടി എഫ്. ഒരു ടി എഫ് ഇവിടെയും ഒരു ടി എഫ് ഇവിടുന്നും ക്യാൻസൽ ആക്കി, അതായത് സ്ക്വയറിനെ വെട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഹാഫ് ജി ടി എഫ് ഇസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. ഇനി ഹാഫ് എന്നുള്ളതിന്റെ 2 താഴെയല്ലേ, അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോൾ ഇൻറ്റു എന്ന് പറയും, അതായത് മുകളിലേക്ക് പോവും. ജി മുകളിലല്ലേ, ഇൻറ്റു അല്ലേ, അപ്പൊ താഴത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ താഴേക്ക് വരും. അപ്പോ ടി എഫ് ഇസ് ഈക്വൽ ടു 2u sin theta by g. അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു 2u sin theta by g. ഇത് മറ്റു ക്വാണ്ടിറ്റീസ് ഡിറൈവ് ചെയ്യാനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും രണ്ടിനും ആവശ്യമായിട്ട് വരും.
ഇനി എപ്പോഴാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് മാക്സിമം ആവുന്നത്? മാക്സിമം സമയം അത് വായുവിൽ നിൽക്കുന്നത് എത്ര ആംഗിളിൽ പ്രൊജക്ട് ചെയ്താലാണ്, എത്ര ആംഗിളിൽ എറിഞ്ഞാലാണ് അത് മാക്സിമം സമയം വായുവിൽ നിൽക്കുന്നത്? നമുക്കറിയാം സൈൻ തീറ്റ എന്ന് പറയുന്ന ആ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന് ഉണ്ടാവുന്ന വാല്യൂ എത്രയാ? മാക്സിമം വാല്യൂ അതിന് 1 ആണ്, മിനിമം വാല്യൂ 0 അല്ലേ? അപ്പൊ 0ന്റെയും 1ന്റെയും ഇടയിലാണ് സൈൻ തീറ്റ പോവുക. അപ്പൊ അതിന്റെ മാക്സിമം, പിന്നെ -1ഉം വരാം അല്ലേ? ഓക്കെ, അപ്പൊ സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ഇവിടെ സൈൻ തീറ്റയ്ക്ക് പകരം 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ അതാണ് മാക്സിമം ടൈം. അപ്പൊ മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റ് is when sin theta is equal to 1. Sin theta എപ്പോഴാ 1 ആവുക? തീറ്റ 90 ഡിഗ്രി ആവുമ്പോൾ sin 90 is 1. അപ്പോൾ നമുക്ക് sin തീറ്റയ്ക്ക് ഇവിടെ 1 എന്ന് കൊടുത്താൽ TF maximum is equal to 2u by g. അപ്പൊ രണ്ട് രീതിയിൽ ചോദിക്കാം. When is the time of flight maximum? അപ്പൊ നമുക്ക് പറയാം when theta equal to 90 degree. അല്ലെങ്കിൽ what is the maximum time? Time of flight എന്ന് പറഞ്ഞാൽ 2u by g. അപ്പൊ 2u by g ആണ് മാക്സിമം ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പൊ ഈ ഇക്വേഷൻ നന്നായി പഠിച്ചു വെക്കുക. 2u sin theta by g. ടൈം ഓഫ് ഫ്ലൈറ്റ് is equal to 2u sin theta by g. ഇനി അടുത്ത ക്വാണ്ടിറ്റി നമുക്കറിയാം മാക്സിമം ഹൈറ്റ്. ഒരു പ്രൊജക്ടൈൽ ഇങ്ങനെ പോയ ഒരു ഹൈറ്റിൽ പോകും അല്ലെ? ആ മാക്സിമം ഹൈറ്റ് എത്രയെന്ന് നോക്കാൻ വീണ്ടും നമ്മൾ ലെറ്റ് us കൺസിഡർ ദ വെർട്ടിക്കൽ മോഷൻ. അപ്പൊ നമ്മൾക്ക് മുകളിലേക്ക് എത്ര ദൂരം പോയി എന്ന് അറിയണമെങ്കിൽ ആണ് നോക്കുന്നത്. അപ്പൊ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ പ്രൊജക്ടൈൽ പോയി വരും അല്ലെ? അപ്പൊ മാക്സിമം എത്ര പോയി? അപ്പൊ ഈ ഒരു പകുതിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അതിന്റെ മോഷൻ. അപ്പൊ SY വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ആയിട്ട് എടുത്തു, h. SY is equal to h. ഇനി ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം u sin തീറ്റയാണ് വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ളത്. ഇനി ഫൈനൽ വെലോസിറ്റി ഏറ്റവും മുകളിലേക്ക് എത്തുന്ന വരെയുള്ളതാണ് അല്ലെ? അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്ര? ഏറ്റവും മുകളിലാവുമ്പോ അതിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി എത്രയാണെന്നാ പറഞ്ഞേ? 0. മുകളിൽ പോയി നിന്നിട്ടാണ് താഴത്തേക്ക് വരുന്നത് അല്ലെ? അപ്പൊ വെർട്ടിക്കൽ വെലോസിറ്റി ഏറ്റവും ഹൈറ്റിലാവുമ്പോൾ 0 ആണ്. അപ്പൊ ഫൈനൽ വെലോസിറ്റി Vy is equal to 0. The vertical direction or y direction. Acceleration Ay is equal to -g. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. എന്താണത്? v² is equal to u² plus 2as. അപ്പൊ അതെല്ലാം y ഡയറക്ഷനില്. അപ്പൊ Vy² is equal to uy² plus 2ay sy. ഇനി ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Vy എന്താ? 0. uy എന്താ? u sin തീറ്റ. ay എന്താ? -g. syയോ h. അപ്പൊ നമുക്ക് കിട്ടും 0² is equal to u sin തീറ്റ സ്ക്വയർ പ്ലസ് 2 into -g into h. അപ്പോ നമ്മൾ എടുത്തു u sin തീറ്റ the whole square എന്ന് പറഞ്ഞാൽ u² sin square തീറ്റ മൈനസ് പുറത്തേക്ക് എടുത്തു. അപ്പൊ -2gh. നമുക്ക് കട്ടേണ്ട ഹൈറ്റ് h എത്രയാണ്? അപ്പൊ -2gh ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ +2gh ഈക്വൽ ടു u² sin square തീറ്റ. 2gh മൾട്ടിപ്ലൈ ചെയ്യാണ് ഇവിടെ. അപ്പൊ മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യാവും. മുകളിൽ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ താഴേക്ക് പോവും. അപ്പൊ h is equal to എന്താണ്? u² sin square തീറ്റ by 2g. ഞാൻ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കാൻ പറഞ്ഞതുപോലെ തന്നെ പറയാണ്. ഇതിന്റെ ഇക്വേഷനും നിങ്ങൾ പഠിച്ചു വെക്കണം. മാക്സിമം ഹൈറ്റ് നിങ്ങൾക്കൊരു പ്രോബ്ലം ചോദിക്കാം. Find the maximum height of a projectile which is projected with an initial velocity എത്രയെങ്കിലും തരും 40 meter per second and angle of projection 60 degree. അങ്ങനെയാകുമ്പോൾ ഡയറക്റ്റ് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ 2 മാർക്ക് സുഖമായി സ്കോർ ചെയ്യാം. അപ്പൊ u² sin square തീറ്റ by 2g. ഇനി മാക്സിമം ഹൈറ്റിലേക്ക് എപ്പോഴാ പോവാ? അത് നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം അല്ലെ? കുത്തനെ മുകളിലേക്ക് എറിഞ്ഞാൽ അല്ലേ മാക്സിമം ഹൈറ്റിലേക്ക് പോവാ. അപ്പോ അങ്ങനെ മുകളിലേക്ക് എറിയുമ്പോൾ അതിന്റെ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ sin 90 ആണ് മാക്സിമം. അപ്പൊ ഈ sin 90 is equal to 1. 1² is equal to 1. അപ്പൊ മാക്സിമം ഹൈറ്റ് is equal to u² divided by 2g. അപ്പൊ അത് മനസ്സിലാക്കി വയ്ക്കുക. മാക്സിമം ഹൈറ്റിലേക്ക് പറയുന്നത് തീറ്റ 90 ഡിഗ്രി ആകുമ്പോഴാണ്. ഈ ഫോർമുല പഠിച്ചു വെക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ എന്തായിരുന്നു? 2u sin തീറ്റ by g
മാക്സിമം ഹൈറ്റ് എന്താണ്? u² sin² θ/2g. അത് എഴുതി വെക്കുക കേട്ടോ. ഇന്ന് പരീക്ഷയ്ക്ക് മുമ്പ് റിവൈസും ചെയ്യണം, കാരണം ഇത് പെട്ടെന്ന് മറന്നു പോകുന്ന ഫോർമുലകളാണ്, കൺഫ്യൂഷൻ വരാവുന്ന ഫോർമുലകളാണ്. അപ്പോൾ പഠിച്ചു വെക്കുക, അതെവിടെങ്കിലും ഷോർട്ടായിട്ട് എഴുതി വെക്കുക, പരീക്ഷയ്ക്ക് മുമ്പ് റിവൈസ് ചെയ്യുക. ഇനി ഹൊറിസോണ്ടൽ റേഞ്ച് r. It is the horizontal distance covered by the projectile during its time of flight. അതായത് നേരെ ഭൂമിയിൽ എത്ര ദൂരം മുന്നോട്ട് പോയി എന്നതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു ഹൈ ജമ്പോ ഹൈ ജമ്പ് അല്ല ലോങ് ജമ്പ്, ഹൈ ജമ്പ് ചാടുമ്പോൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഹൈറ്റ് എത്ര പോയി, മാക്സിമം ഹൈറ്റിനാണ് അവിടെ പ്രസക്തി. ഇനി ഹൊറിസോണ്ടൽ റേഞ്ച് ആണെങ്കിലോ മുന്നോട്ട് ലോങ് ജമ്പിൽ നമ്മൾ എന്താ അളക്കുക? ചാടി കഴിയുമ്പോൾ മുന്നോട്ട് എത്ര ദൂരം പോയി, അതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. അതേപോലെ ജാവലിൻ എറിയുമ്പോഴും മുന്നോട്ട് എത്ര ദൂരം പോയി. ഒരു ഷോർട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ഇതിലൊക്കെ നമ്മൾ അളക്കുന്നത് ഇതെല്ലാം പ്രൊജക്ടൈൽ മോഷൻ ആണ് കേട്ടോ. ഇതെല്ലാം പ്രൊജക്ടൈൽസ് ആണ്. അപ്പൊ അവയൊക്കെ നമ്മൾ അളക്കുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്, മുന്നോട്ട് എത്ര ദൂരം പോയി. അതാണ് ഹൊറിസോണ്ടൽ റേഞ്ച്. ഇനി അതിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൊറിസോണ്ടൽ മോഷൻ ആണ് നോക്കുന്നത്. Let us consider the horizontal motion of the projectile. അപ്പോൾ നമുക്കറിയാം distance is equal to velocity into time, because velocity is equal to distance divided by time അല്ലേ. അപ്പോൾ distance is equal to velocity into time. അപ്പോൾ x direction horizontal directionലുള്ള distance is equal to sx is equal to ux into tf. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആകെ വായുവിൽ ഉണ്ടായിരുന്ന ടൈം. അപ്പൊ sx പകരം റേഞ്ച് എന്ന് കൊടുത്തു. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എത്ര ദൂരം പോയെന്നുള്ളതല്ലേ റേഞ്ച്, ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പൊ ux എന്ന് പറയുമ്പോൾ മുമ്പേ കണ്ടാണ് u cos θ ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ഇപ്പൊ നമ്മൾ കാണാതെ പഠിച്ചല്ലേ ഉള്ളൂ. എന്താണത്? 2u sin θ/g. അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു u രണ്ട് പ്രാവശ്യം ഉണ്ട്. അപ്പൊ u ഇൻറ്റു u², പിന്നെ sin θ cos θ ഡിവൈഡഡ് ബൈ g. 2 sin θ cos θ is equal to sin 2θ. അതൊരു ട്രിഗ്നോമെട്രിക് ഫോർമുലയാണ്, അതിവിടെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. 2 sin θ cos θ is equal to sin 2θ. അപ്പൊ u² sin 2θ/g ആണ് r. ഞാൻ പറഞ്ഞല്ലോ ഈ ഇക്വേഷനും നന്നായി പഠിച്ചു വെക്കണം. അപ്പൊ ഏതിന്റെ ഇക്വേഷനൊക്കെ പഠിച്ചു വെക്കേണ്ടത്? ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഇത് മൂന്നും പഠിക്കാൻ എളുപ്പമാണ്, പക്ഷെ പെട്ടെന്ന് മറന്നു പോകുന്നതാണ്. അപ്പൊ ഈ 3 സ്ഥലത്ത് എഴുതി വെക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈസ് ചെയ്യുക. ഇനി ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് മാക്സിമം വെൻ sin 2θ equal to 1. അതായത് 2θ 90 ഡിഗ്രി ആവണം. അപ്പൊ തീറ്റ എത്ര ആയിരിക്കണം? 90 ഡിവൈഡഡ് ബൈ 2, 45 ഡിഗ്രി. അപ്പോ 45 ഡിഗ്രി ആംഗിളിൽ ഒരു വസ്തു എറിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ദൂരം അത് മുന്നോട്ട് പോവാ. അപ്പൊ നമ്മൾ ജാവലിൻ എറിയാണെങ്കിൽ 45 ഡിഗ്രി ആംഗിളിൽ എറിയണം. അപ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന നല്ല സ്പീഡിലും കൊടുക്കണം കേട്ടോ. യൂണിയൻ ഡിപ്പെൻഡ് ചെയ്യും. എത്ര മാക്സിമം റേഞ്ച് എത്രയാണ്? u²/g. അപ്പോൾ എത്ര വെലോസിറ്റി തുടക്കത്തിൽ കൊടുക്കുന്ന വെലോസിറ്റിനെയും പിന്നെ ആ ആംഗിളിനെയും ഡിപ്പെൻഡ് ചെയ്യും. ആംഗിൾ 45 ഡിഗ്രി ആക്കുക, മാക്സിമം വെലോസിറ്റി കൊടുക്കുക. അപ്പൊ എത്ര നല്ല ദൂരം മുന്നോട്ട് അത് പോകും. ഇനി ഒരു ഫുട്ബോൾ കിക്ക് ചെയ്താൽ ഏറ്റവും മുന്നോട്ട് പോകാന് എത്ര ആംഗിളിൽ കിക്ക് ചെയ്യണം? 45 ഡിഗ്രിയിൽ. ഒരു ഷോർട്ട് പുട്ട് എറിയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകാൻ ഏത് ആംഗിളിൽ എറിയണം? 45 ഡിഗ്രി. ലോങ് ജമ്പിനാ പോകുന്നതെന്ന് വിചാരിച്ചാൽ ഹൈ ജമ്പിനെ പോലെ ചാടാൻ പറ്റുമോ? ഇല്ല. ഹൈ ജമ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് പോവാണ്. അപ്പൊ 90 ഡിഗ്രി ലംബമായിട്ട് തന്നെ ചാടണം. ഇനി പിന്നെന്താണ്, ലോങ് ജമ്പിനാണെങ്കിലോ 45 ഡിഗ്രിയിലായിരിക്കും ചാടണ്ടേ. അപ്പോ 45 ഡിഗ്രിയിൽ ഒരു വസ്തു എറിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് പോവുക. ഇനി ഷോ ദാറ്റ് ദ ട്രാജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ ഇസ് എ പാരബോള. ഇതൊരു പക്ഷേ 3 മാർക്കിനോ അല്ലെങ്കിൽ ചിലപ്പോൾ 4 മാർക്കിനോ ചോദിക്കാവുന്ന ചോദ്യമാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, പാത്ത് ഫോളോഡ് ബൈ എ പ്രൊജക്ടൈൽ ഇസ് പാരബോള. പാരബോള എന്നാണ് ഈ ജോമെട്രിക്കൽ ഷേപ്പിന് പറയാം. ഇങ്ങനെ ഒരു കമത്തിയിട്ട യു അതുപോലെയുള്ള ഷേപ്പിന് പാരബോള എന്നാണ് പറയാം. അത് നമ്മൾ മാത്തമാറ്റിക്കലി കാണിക്കണം. പാരബോളയുടെ ഇക്വേഷൻ വരണം. എക്സും വൈയും നമ്മൾ മുമ്പ്
രണ്ട് ഇക്വേഷൻ കണ്ടു അല്ലെ, എക്സും വൈയും തമ്മിലുള്ള ഒരു ഇക്വേഷൻ, രണ്ടും കൂടി ഒന്നിച്ചൊരു ഇക്വേഷൻ എഴുതിയ അതിന് ഒരു പാരബോളയുടെ ഇക്വേഷൻ ആണ്. അപ്പൊ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ നേരത്തെ കണ്ടു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു കോസ് തീറ്റയും വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു സൈൻ തീറ്റയുമാണ്. എ വൈ എന്ന് പറയുന്നത് മൈനസ് ജി ആണ്, എ എക്സ് എന്താണ് 0. ലെറ്റ് എക്സ് ബി ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ടൈം ടി. അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, റൈറ്റ്? അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു യു എക്സ് ഇൻറ്റു ടി എന്ന് പറയും. യു എക്സ് എന്താ, യു കോസ് തീറ്റ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു ടി, ഓർ ടി ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ. അതൊരു ഇക്വേഷൻ ആക്കി എടുത്തു. Let y be the vertical distance covered in time t, then y is equal to u sin theta minus half gt square. ഇനി t എന്താണ്, x by u cos theta. tക്ക് പകരം ഇവിടെ x by u cos theta എന്ന് കൊടുത്തു, ഇവിടെ t സ്ക്വയറിന് പകരം x by u cos theta the whole square എന്ന് കൊടുത്തു. അപ്പൊ y is equal to ഇവിടെ sin theta by cos theta നെ tan theta എന്ന് എഴുതി. u divided by u ക്യാൻസൽ ആയി പോകും. ഇനി ഇവിടെയോ, ഇവിടെ അങ്ങനെ തന്നെ എഴുതിയില്ലേ. അപ്പൊ എക്സ് സ്ക്വയറിനെ ഉള്ളിലേക്ക് എടുത്തു, അപ്പൊ എക്സ് സ്ക്വയറിന് എടുത്തു, യു സ്ക്വയറിന് കിട്ടും, കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കുക, the above equation is similar to y is equal to ax minus bx square. ഇവിടെ a is equal to tan theta, b is equal to g by 2u square cos square theta. അപ്പൊ ഇതാണ് ഇക്വേഷൻ ഓഫ് എ പാരബോള. അപ്പൊ ഇവിടെ നോക്കുക, ഇത് ഇക്വേഷൻ ഓഫ് പാരബോള പോലെ തന്നെ ഇല്ലേ? അപ്പോ നമുക്ക് ഇതാണ് പ്രൂഫ് ദാറ്റ് ദ ട്രാജക്ടറി ഓഫ് എ പാരബോള പ്രൊജക്ടൈൽ ഇസ് എ പാരബോള. അപ്പൊ ഇത് ചെയ്യാൻ പഠിച്ചു വെക്കുക, എഴുതി തന്നെ പഠിക്കുക. ഇത് 3 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഇനി ഒരു ബന്ധം. Show that for a given velocity of projection, range will be same for angles theta and 90 minus theta. But let R1, R2 be the ranges for angles of projection theta and 90 minus theta for a given velocity. ഇവിടെ എന്താ പറഞ്ഞതെന്ന് വിചാരിച്ചാൽ, തീറ്റ എന്നുള്ള ഒരു ആംഗിളിൽ ഒരു വസ്തു എറിഞ്ഞാലും 90 മൈനസ് തീറ്റ ആംഗിളിൽ ഒരു വസ്തു എറിഞ്ഞാലും രണ്ടും ചെന്ന് വീഴുന്നത് ഒരേ പോയിന്റിലായിരിക്കും. രണ്ടിന്റെയും റേഞ്ച്, മുന്നോട്ട് പോകുന്ന ദൂരം ഒന്ന് തന്നെ ആയിരിക്കും. ഇവിടെ നോക്കുക, ഈ ഗ്രാഫിൽ നോക്കുക, റേഞ്ച് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഇവിടെ നോക്കുക, ഇത് എറിഞ്ഞ് 15 ഡിഗ്രിയില് അവിടെ തന്നെ വന്ന് വീഴാന് 90 മൈനസ് 15 എത്ര, 75 ഡിഗ്രി. അപ്പൊ 75 ഡിഗ്രിയിൽ എറിഞ്ഞാലും 15 ഡിഗ്രിയിൽ എറിഞ്ഞാലും ഒരേ പോയിന്റിൽ തന്നെ അത് പോയി വീഴും. ഇനി ഇത് നോക്കുക, ഈ പ്രൊജക്ടൈൽ എറിഞ്ഞത് 30 ഡിഗ്രിയില്, അത് ഇവിടെ വന്ന് നിന്നു, വീണു, ഒരു 17 മീറ്റർ മുന്നോട്ട് വന്ന് വീണു. ഇനി 90 മൈനസ് 30 എത്രയാ, 60. കണ്ടോ, 60 ഡിഗ്രിയിൽ എറിയുമ്പോഴും അത് അവിടെ തന്നെ വന്ന് വീണു, 17 മീറ്റേഴ്സ് മുന്നോട്ട് വന്ന് വീണു. ഇനി ഇത് എറിഞ്ഞത് 45 ഡിഗ്രി, അപ്പൊ അത് 20 മീറ്റേഴ്സ് മുന്നോട്ട് വന്ന് നീങ്ങു. 90 മൈനസ് 45 എത്രയാ, 45. അപ്പോഴും 45 തന്നെ എറിഞ്ഞാലേ അത് ഇവിടെ വന്ന് വീഴുള്ളൂ. അതാണ് മാക്സിമം റേഞ്ച്. ഇത് 15 കണ്ടോ, റേഞ്ച് കുറവാണ്. 30 ഡിഗ്രിയിലും 60 ഡിഗ്രിയിലും ഒക്കെ റേഞ്ച് കുറവാണ്, പക്ഷെ 45 ഡിഗ്രിയിൽ മാക്സിമം റേഞ്ച്. അപ്പൊ ഈ ഗ്രാഫ് 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കാം. ഒന്ന്, മാക്സിമം റേഞ്ച് ഉണ്ടാവുന്നത് 45 ഡിഗ്രിയിൽ എറിഞ്ഞാലാണ്. വേറെ ഏതൊരു ആംഗിളിൽ എറിഞ്ഞാലും അവിടെ പോയി വീഴില്ല. പിന്നെ മനസ്സിലാക്കാനുള്ളത്, 90 ഡിഗ്രി 2 ആംഗിളുകൾ തമ്മിൽ കൂട്ടിയാൽ 90 കിട്ടുമെങ്കിൽ ആ 2 ആംഗിളിൽ എറിഞ്ഞാലും ഒരേ പോയിന്റിൽ തന്നെയാണ് അത് വന്ന് വീഴുക. അതായത് 15 ഡിഗ്രിയിൽ എറിഞ്ഞാലും 75 ഡിഗ്രിയിൽ എറിഞ്ഞാലും ഒരേ പോയിന്റ് വീഴും. 30 ഡിഗ്രിയിൽ എറിഞ്ഞാലും 60 ഡിഗ്രിയിൽ എറിഞ്ഞാലും ഒരേ പോയിന്റിൽ പോയി വീഴും. ഇനിയിപ്പോ 25 ഡിഗ്രിയിൽ എറിഞ്ഞാലോ, 25 ഡിഗ്രിയിൽ എറിഞ്ഞാലും 65 ഡിഗ്രിയിൽ എറിഞ്ഞാലും ഒരേ പോയിന്റിൽ പോയി വീഴും. കാരണം 25 പ്ലസ് 65 എത്രയാ, 90 അല്ലെ? അപ്പൊ അതിനെ
പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതേണ്ടി വരും കേട്ടോ. അപ്പൊ റേഞ്ചിനുള്ള ഇക്വേഷൻ എന്താ? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. യു സ്ക്വയറിന് പകരം V0 സ്ക്വയറിന് എഴുതിയേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് വേണേ യു സ്ക്വയർ എന്ന് തന്നെ എഴുതാം. ഇനി R2 എന്ന് പറഞ്ഞാൽ ആംഗിള് തീറ്റയ്ക്ക് പകരം 90 മൈനസ് തീറ്റ എന്ന് എഴുതി. U0 സ്ക്വയർ V0 സ്ക്വയർ അഥവാ യു സ്ക്വയർ സൈൻ 2 ഇൻറ്റു 90 മൈനസ് തീറ്റ ബൈ ജി. ഇനി സൈൻ 290 2നെ ഉള്ളിലേക്ക് എടുത്തു. അപ്പൊ 2 ഇൻറ്റു 90 180, 2 ഇൻറ്റു തീറ്റ 2 തീറ്റ. ഇനി സൈൻ 180 മൈനസ് 2 തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ ആണ്. സൈൻ 180 മൈനസ് ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ സൈൻ ആ ആംഗിൾ തന്നെ ആവും. സൈൻ 180 മൈനസ് 30 സൈൻ 30. അപ്പൊ V0 സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇത് തന്നെ കിട്ടിയില്ലേ? R1 തന്നെ കിട്ടിയില്ലേ? അപ്പൊ R1 is equal to R2. ഇതാണ് അതിനുള്ള പ്രൂഫ്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. If a ball is thrown by one player is caught by another player in 5 seconds, then calculate the maximum height reached by the ball. അപ്പോൾ ഒരു ബോൾ ഒരു കുട്ടി എറിഞ്ഞു, അത് മറ്റൊരു കുട്ടി 5 സെക്കൻഡിന് ശേഷം പിടിച്ചു. അപ്പൊ നമ്മൾ എത്ര സമയമാണ് എയറിൽ നിന്നത്? 5 സെക്കൻഡ്. അപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് 5 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് കാണേണ്ടത്? മാക്സിമം ഹൈറ്റ്, എത്ര ഹൈറ്റ് അത് പോയി. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാൽക്കുലേഷന്റെ സൗകര്യത്തിന് 10 എടുത്തോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ വാല്യൂ എന്താ? 9.8. ഇനി ഗിവൺ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. 2u sin theta by g is equal to 5. അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയാണ്? 2u sin theta by g. ഈ ഫോർമുല പഠിക്കണം എന്ന് പറഞ്ഞില്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് 2u sin theta by g is equal to 5. അപ്പോ 2 ഇപ്പുറത്തേക്ക് എടുത്താൽ ഡിനോമിനേറ്ററിൽ വരും, g അപ്പുറത്തേക്ക് എടുത്താൽ ന്യൂമറേറ്ററിൽ പോകും അല്ലെ? g ഇവിടെ താഴെയല്ലേ, ഡിവൈഡഡ് ബൈ g അല്ലേ? അപ്പൊ ഇപ്പുറത്തേക്ക് ഇരിക്കുമ്പോ ഇൻറ്റു g. അപ്പൊ 5 ഇൻറ്റു 10 എത്രയാണ്? 50 divided by 2 25. അപ്പൊ u sin theta is equal to 25 എന്ന് കിട്ടി. ഇനി നമുക്ക് മാക്സിമം ഹൈറ്റിനുള്ള ഫോർമുല എന്തായിരുന്നു? ഹൈറ്റ് u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ആ ഫോർമുല u sin theta 25 ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? 25 സ്ക്വയർ. u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ u sin theta the whole square അല്ലേ? അപ്പൊ 25 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10. അപ്പൊ ഉത്തരം കിട്ടി. അപ്പൊ നിങ്ങൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കുക, ഇതുപോലെ പ്രോബ്ലം ചെയ്യാം. ഇനി അടുത്ത പ്രോബ്ലം നോക്കാം. The ceiling of a long hole is 45 meter high. What is the maximum horizontal distance a ball thrown with a speed of 40 meter per second can go without hitting the ceiling of the hole? അപ്പൊ അതായത് ഒരു നീണ്ട ഹോൾ ഉണ്ട്. ആ നീണ്ട ഹോളിന്റെ ഹൈറ്റ് എത്രയാണ്? 25 മീറ്റർ ആണ്. ഇനി നമ്മുടെ കയ്യിലൊരു ബോൾ ഉണ്ട്, അത് എറിയുന്നത് എത്ര സ്പീഡിലാ? 40 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലാണ് അത് എറിയുന്നത്. അപ്പോ എത്ര നമ്മുടെ ഉദ്ദേശം ഏറ്റവും അധികം മുന്നോട്ട് അത് പോണം. അപ്പോ പക്ഷേ അത് സീലിംഗിന്റെ പുറത്തേക്ക് ഹൈറ്റിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മാക്സിമം ഹൈറ്റ് അത് പോവാൻ പറ്റുന്നത് സീലിംഗിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ സീലിംഗിന്റെ ഹൈറ്റിന് മുകളിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാവുമ്പോ എത്രയാണ് മുന്നോട്ട് പോകുന്ന ദൂരം എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ അതിന് ഹൈറ്റ് ഓഫ് ദ പ്രൊജക്ടൈൽ 25 മീറ്റർ എന്നെടുത്തു. കാരണം സീലിംഗിന്റെ ഹൈറ്റിന്റെ മുകളിലേക്ക് അതിന് പോകാൻ പറ്റില്ല. u is equal to 40 meter per second എന്നെടുത്തു. അപ്പൊ h is equal to u square sin square theta by 2g. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? യുക്ക് 40 കൊടുക്കാം, എച്ചിന് 25 കൊടുക്കാം. അപ്പൊ 40 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഇൻറ്റു 9.8. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ കാണണമെങ്കിലോ 25 ഇപ്പുറത്തുണ്ട്, 9.8 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ പോയി, 2 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോഴും ന്യൂമറേറ്ററിൽ പോയി, 40 സ്ക്വയർ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഡിനോമിനേറ്റർ താഴേക്ക് വന്നു. ഇത് സോൾവ് ചെയ്തപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ കിട്ടി. ഇനി സൈൻ തീറ്റ കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിന്റെ റൂട്ട് എടുക്കണം. തീറ്റ കിട്ടാനോ സൈൻ ഇൻവേഴ്സ് ഓഫ് ഇതിന്റെ റൂട്ട്. അത് എത്രയാ കിട്ടിയത്? 33.6 ഡിഗ്രി. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കിട്ടും. സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് ദിസ് ക്വാണ്ടിറ്റി.
അപ്പൊ 33.6. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് റേഞ്ച്. R is equal to u square sin 2 theta by g. തീറ്റ കിട്ടിയാലോ, u തന്നിട്ടുണ്ട്, g അറിയാം. അപ്പൊ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റേഞ്ച് കിട്ടും. ഈ പ്രോബ്ലം മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. A ball is thrown horizontally from the top of a tower with a velocity of 40 meter per second. Take g is equal to 10 meter per second square. Find the horizontal and vertical displacement after 1, 2, 3, 4, 5 seconds. Then plot the path of motion of the ball. If the ball reaches the ground in 4 seconds, find the height of the tower. അപ്പോൾ ഒരു ബോൾ ഉണ്ട്, അതൊരു വലിയ ടവറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിയുന്ന വെലോസിറ്റി എത്രയാ? 40 മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 എന്ന് എടുത്തോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ആദ്യം കാണേണ്ട ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ്. മുന്നോട്ടും താഴോട്ടും എത്ര ദൂരം പോയി, 1 സെക്കൻഡ് കഴിഞ്ഞപ്പോ എത്ര പോയി, 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ എത്ര പോയി, 3 സെക്കൻഡ് കഴിഞ്ഞപ്പോ എത്ര പോയി, 4 കഴിഞ്ഞപ്പോ എത്ര പോയി, 5 കഴിഞ്ഞ് എത്ര പോയി. അപ്പൊ നമ്മള് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന് s is equal to ut plus half at square. ax എന്ന് പറയുന്നത് 0 അല്ലേ x ഡയറക്ഷനില്. അപ്പൊ നമ്മള് ut എന്നേ കിട്ടുള്ളൂ. u എത്രയാണ്? 40. പിന്നെ ഹൊറിസോണ്ടലി ആണ് എറിഞ്ഞെന്ന് പറയുമ്പോ നമുക്ക് ആ വെലോസിറ്റി ux എന്നെടുക്കാം. uy equal to 0 എന്നും എടുക്കാം. വെർട്ടിക്കൽ ആയിട്ടുള്ള വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി 0 എന്ന് തന്നെ എടുക്കാം. അപ്പോ നമുക്ക് uxt എന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ടേബിൾ ആക്കിയിരിക്കുകയാണ്. t 1 സെക്കൻഡ് ആവുമ്പോൾ ഇവിടെ 40 into 1 40, t 2 സെക്കൻഡ് ആവുമ്പോൾ 40 into 2 80, 40 into 3 120, 40 into 4 160, 40 into 5 200. അപ്പൊ x ഡയറക്ഷനിൽ കിട്ടി. ഇനി y ഡയറക്ഷൻ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് നോക്കുമ്പോൾ sy is equal to uyt plus half gt square ആയിരുന്നു അല്ലെ, half at square. അപ്പൊ uy എന്ന് പറയുന്നത് 0, a എന്ന് പറയുന്നത് g. അപ്പൊ അത് താഴേക്കാണ് പോകുന്നത്, ആക്സിലറേഷനും താഴേക്ക് തന്നെ. അപ്പൊ പോകുന്ന അതേ ദിശയിലാണ് ആക്സിലറേഷൻ, അതുകൊണ്ടാണ് പ്ലസ് g എന്ന് എടുത്തിരിക്കുന്നത്. കണ്ടോ? അപ്പൊ ഹാഫ് gt സ്ക്വയർ, ജിക്ക് 10 എന്ന് കൊടുത്തു. അപ്പൊ ഹാഫ് g എന്ന് പറയുമ്പോൾ 5. അപ്പൊ 5 into 1 square 5, 5 into 2 square അതായത് 4, 5 into 4 20, 5 into 3 square അതായത് 5 into 9 45, 5 into 4 square അതായത് 5 into 16 80, 5 into 5 square 5 into 25 125. അങ്ങനെ y ഡയറക്ഷനിലുള്ളതും കിട്ടി. ഇനി ഹൈറ്റ് ഓഫ് ദ ടവർ. ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറഞ്ഞാല് ഈ ബോൾ എത്ര ദൂരം വെർട്ടിക്കൽ സഞ്ചരിച്ചു. അപ്പൊ ഹാഫ് gt സ്ക്വയർ ആണ് ആഫ്റ്റർ 4 സെക്കൻഡ്സ്. അപ്പൊ 4 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള എന്താ 80. ഒന്നെങ്കിൽ ടേബിളിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് gt സ്ക്വയറിന് ഹാഫും ജിക്ക് 10ഉം ടൈമിന് 4ഉം കൊടുത്താൽ കിട്ടും. അപ്പൊ ഈ പ്രോബ്ലം കഴിഞ്ഞു. ഇനി ഒരു പ്രോബ്ലം, 2 പ്രോബ്ലം കൂടി ആയാൽ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ 4th പ്രോബ്ലം. നോക്കാം. ട്രാജക്ടറി ഓഫ് എ ബോഡി ഇൻ എ പ്രൊജക്ടൈൽ മോഷൻ ഇസ് ഗിവൻ ബൈ y is equal to x minus x square by 80, where x and y are in meters. Find the maximum height. അപ്പൊ ട്രാജക്ടറി ഇക്വേഷൻ കാണാതെ പഠിക്കണം എന്ന് ഈ പ്രോബ്ലം കണ്ടപ്പോ മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ട്രാജക്ടറി ഇക്വേഷൻ y is equal to x minus x square by 18 തന്നിട്ടുണ്ട്. അപ്പൊ ട്രാജക്ടറിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിരുന്നു, അതിവിടെ എഴുതാം. y is equal to tan theta x minus g by 2 u square cos square theta x square. അപ്പൊ tan തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? 1. അപ്പൊ tan തീറ്റ 1, അപ്പൊ തീറ്റ is equal to 45 ഡിഗ്രി എന്ന് കിട്ടി. tan തീറ്റ 1 ആവുന്നത് തീറ്റ 45 ഡിഗ്രി ആവുമ്പോഴാണ്. അറിയാത്തവര് tan ഇൻവേഴ്സ് ഓഫ് 1 എന്ന് കാൽക്കുലേറ്ററിൽ നോക്കിയാൽ മതി. ഇനി g by 2 u square cos square തീറ്റയ്ക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്? 1 by 80 ആണ്. അപ്പൊ അതങ്ങനെ എഴുതി. ഇനി യു സ്ക്വയർ g by u സ്ക്വയർ എന്ത് വരും? കോസ് സ്ക്വയർ തീറ്റ മുകളിലേക്ക് വരും. കോസ് തീറ്റ എന്താണ്? കോസ് 45 1 by root 2 ആണ് അല്ലെ. അപ്പൊ കോസ് സ്ക്വയർ തീറ്റ എന്താണ്? 1 by root 2 സ്ക്വയർ, അതായത് 1 by 2. 1 by 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോകും.
അപ്പൊ g by u square is equal to 1 by 80 അഥവാ u square by g is equal to 80. നേരെ തിരിച്ചിട്ട് അങ്ങനെ കിട്ടി. So we have the maximum height. The formula എന്താ u square sin square theta by 2g. അപ്പൊ u square by g ക്ക് പകരം 80 എന്നിട്ടു. 2 അവിടെ തന്നെ വെച്ചു. sin square theta. Theta 45 അല്ലേ? sin 45 എത്രയാ? 1 by root 2 ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 1 by 2 എന്ന് കിട്ടും. അപ്പൊ 2 ഡിനോമിനേറ്ററിൽ വന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20 മീറ്റർ. ഇനി അടുത്തൊരു പ്രോബ്ലം. ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലം. ഇതോടുകൂടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. കുറച്ച് കൂടുതൽ ഉണ്ട്, കാരണം ഞാൻ കൂടുതൽ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തതാണ്. കാരണം ഈ പാഠത്തുനിന്ന് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഈ പ്രോബ്ലം കൂടി നോക്കാം. ആസ് എ പ്രൊജക്ടൈൽ മൂവ്സ് in its path, is there any point along the path where the velocity and acceleration vectors are perpendicular to each other? അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അത് പോകുമ്പോൾ വെലോസിറ്റിയും ആക്സിലറേഷനും പെർപെൻഡിക്കുലർ ലംബമാവുന്ന ഒരു പോയിന്റ് ഉണ്ടോ? ഉണ്ട്. എവിടെയാണ്? അറ്റ് ഇറ്റ്സ് ഹയസ്റ്റ് പോയിന്റ്. ഉണ്ടോ? പ്രൊജക്ടൈൽ ഇങ്ങനെ എറിയൂ അല്ലെ? ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ വെലോസിറ്റി 0. അപ്പൊ ഹൊറിസോണ്ടൽ വെലോസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ അർത്ഥം അതിന്റെ വെലോസിറ്റി ഇങ്ങനെ എക്സ് ദിശയിലായിരിക്കും, ഹൊറിസോണ്ടൽ ആയിരിക്കും. ഇതിന്റെ ആക്സിലറേഷൻ എങ്ങോട്ടാണ്? ഭൂമി വലിക്കുകയാണ്, അപ്പൊ നേരെ താഴോട്ടായിരിക്കും ആക്സിലറേഷൻ. അപ്പൊ വെലോസിറ്റി എക്സ് ഡയറക്ഷനിലും ആക്സിലറേഷൻ താഴോട്ടും ആയില്ലേ? അപ്പൊ അവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. So velocity and acceleration are perpendicular to each other. അപ്പൊ ഹയസ്റ്റ് പോയിന്റില് അതിന്റെ വെലോസിറ്റിയും ആക്സിലറേഷനും പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിരിക്കും. ഇനി അടുത്തത്, if E is energy with when a projectile is projected, what is the kinetic energy at the highest point? What is the potential energy at the highest point? അപ്പൊ at the highest point kinetic energy എന്ന് പറഞ്ഞാൽ half mv square എന്നാണ് അല്ലെ? half m on projection the entire energy is kinetic energy. ഈ താഴെ ആവുമ്പോൾ പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഇല്ലല്ലോ, ഗ്രൗണ്ടിലല്ലേ. അപ്പൊ ഹൈറ്റ് ഇല്ല, അപ്പൊ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അപ്പൊ അതിന്റെ എല്ലാ എനർജിയും കൈനറ്റിക് എനർജിയാണ്. അപ്പൊ half mv square equal to E. കാരണം E is the energy with which a projectile is projected എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ E ആണ്. അപ്പൊ half mv സ്ക്വയറിന് E എന്ന് എടുത്തു. ഇനി ഹയസ്റ്റ് പോയിന്റ് ആവുമ്പോൾ അതിന് വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ടോ? half mvy സ്ക്വയർ 0 ആയിരിക്കും, കാരണം vy 0 ആണ്. പിന്നെ ഉള്ളത് എന്താണ്? half mux സ്ക്വയർ ആണ്. ux എന്താണ്? u cos theta. അപ്പൊ ux സ്ക്വയർ u സ്ക്വയർ cos സ്ക്വയർ theta. അപ്പൊ at the highest point kinetic energy is half m u സ്ക്വയർ, യുന് പകരം v എന്നാണ് ഇവിടെ എഴുതിപ്പോയത്, v സ്ക്വയർ cos സ്ക്വയർ theta. അപ്പൊ half mv സ്ക്വയർ എന്താ? E. അപ്പൊ E cos സ്ക്വയർ theta എന്ന് എഴുതി. അപ്പൊ ഹയസ്റ്റ് പോയിന്റിലുള്ള കൈനറ്റിക് എനർജി കിട്ടിയല്ലോ. ഇനി ഹയസ്റ്റ് പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കാം. ടോട്ടൽ എനർജി മൈനസ് കൈനറ്റിക് എനർജി ചെയ്താൽ മതി. ടോട്ടൽ എനർജി E അല്ലേ? മൈനസ് E cos സ്ക്വയർ തീറ്റ. E പുറത്തേക്ക് എടുക്കും. അപ്പൊ E into 1 minus cos സ്ക്വയർ തീറ്റ. 1 minus cos സ്ക്വയർ തീറ്റ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ E into സൈൻ സ്ക്വയർ തീറ്റ ആണ് അതിന്റെ ഹയസ്റ്റ് പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. വളരെ വലിയ ഡിസ്കഷൻ ആയിരുന്നു, പക്ഷെ ഇത് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. മാത്രമല്ല ഇതിന്റെ പ്രൊജക്ടൈൽ മോഷൻ ഭാഗത്ത് നിന്ന് വളരെയധികം പ്രോബ്ലംസും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. Now all the best. Do your best for the exams. Thank you very much for watching.